വിജ്ഞാനത്തിന്റെ പ്രകാശധാര. മനുഷ്യ ചരിത്രം എന്നത് കേവലം അധിനിവേശങ്ങളുടെയോ യുദ്ധങ്ങളുടെയോ കഥയല്ല, മറിച്ച് അറിവിനായുള്ള നിരന്തരമായ അന്വേഷണത്തിന്റെ ചരിത്രമാണ്. ഇരുളടഞ്ഞ ലോകത്തേക്ക് വെളിച്ചവുമായി കടന്നുവന്ന പ്രവാചകന്മാരാണ് വിജ്ഞാനത്തിന്റെ പ്രഥമ പ്രചാരകർ. ഇവർ തന്നെയാണ് അധ്യാപകരും. ആകാശലോകത്തു നിന്ന് ലഭിച്ച ബോധനത്തെ അവർ ഭൂമിയിലെ നാഗരികതയുടെ അടിസ്ഥാന ശിലയാക്കി മാറ്റി. ഭൗതിക തലങ്ങൾ ചർച്ചയാകുന്നതിനു പുറമെ ഇവയെല്ലാം അള്ളാഹു എന്ന ഏക ദൈവത്തെ ജനങ്ങൾക്ക് പരിചയപ്പെടുത്തലിന് പ്രാധാന്യം നൽകി. പരലോകത്തേക്കുള്ള വിഭവങ്ങൾ തര്യപ്പെടുത്തി ആത്മീയ സംസ്കാര സമ്പന്നരാക്കി മാറ്റുന്നതിനായി അവർ ജീവിച്ചു. അതിനായി അള്ളാഹുവിന്റെ നിയമങ്ങൾ വിശ്വാസത്തിലൂന്നി സമൂഹത്തെ സമുദ്ധരിച്ചു. ആദം നബി അലൈഹിസ്സലാം, അറിവിന്റെ പ്രഥമ അക്ഷരങ്ങൾ. ഈ ജ്ഞാനസഞ്ചാരം മനുഷ്യന്റെ ഉൽപ്പത്തിയോടൊപ്പമാണ്. മനുഷ്യരാശിയുടെ ആദ്യ പിതാവായ ആദം നബി അലൈഹിസ്സലാം കേവലം ഒരു മനുഷ്യർ മാത്രമായിരുന്നില്ല, മറിച്ച് ലോകത്തെ ആദ്യത്തെ അധ്യാപകരുമായിരുന്നു. വിശുദ്ധ ഖുർആൻ ആ ചരിത്ര മുഹൂർത്തത്തെ ഇങ്ങനെ അടയാളപ്പെടുത്തുന്നു: وعلم آدم الأسماء كلها ثم عرضهم على الملائكة فقال أنبئوني بأسماء هؤلاء إن كنتم صادقين. قالوا سبحانك لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم. അള്ളാഹു ആദമിന് സകല വസ്തുക്കളുടെയും നാമങ്ങൾ പഠിപ്പിച്ചു കൊടുത്തു. ഇത് വിജ്ഞാനത്തിന്റെ വിപ്ലവം. ചിന്താശേഷിയും സംസാരശേഷിയും നൽകപ്പെട്ട ആദം നബി അലൈഹിസ്സലാമിന് പ്രപഞ്ചത്തിലെ വസ്തുക്കളെ തിരിച്ചറിയാനും അവയെ നാമകരണം ചെയ്യാനുമുള്ള അറിവ് നൽകപ്പെട്ടു. കൃഷി, പാർപ്പിട നിർമ്മാണം, ഭാഷ എന്നിവയുടെ പ്രാഥമിക പാഠങ്ങൾ മഹാനവറുകൾ മക്കൾക്ക് പകർന്നു നൽകി. മനുഷ്യൻ മൃഗങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഒരു നാഗരിക ജീവിയായി മാറിയത് ആദം നബി അലൈഹിസ്സലാമിലൂടെ അള്ളാഹു നൽകിയ ഈ പ്രഥമ പാഠങ്ങളിലൂടെയാണ്. ഇദ്രീസ് നബി അലൈഹിസ്സലാം, അക്ഷരവും സാങ്കേതിക വിദ്യയും. ആദം നബി അലൈഹിസ്സലാം കൊളുത്തിയ ആ ജ്ഞാനദീപം പിന്നീട് ഇദ്രീസ് നബി അലൈഹിസ്സലാമിലൂടെ അക്ഷരങ്ങളുടെയും പേനയുടെയും ലോകത്തേക്ക് വളർന്നു. ലോകചരിത്രത്തിൽ ആദ്യമായി ഒരു പേന ഉപയോഗിച്ച് എഴുതുകയും വിജ്ഞാനത്തെ രേഖപ്പെടുത്തുകയും ചെയ്തത് ഇദ്രീസ് നബി അലൈഹിസ്സലാമാണെന്ന് ചരിത്രം സാക്ഷ്യപ്പെടുത്തുന്നു. കേവലം എഴുത്തു മാത്രമല്ല, വസ്ത്രം തുന്നുന്ന വിദ്യയും മഹാനവറുകൾ ജനങ്ങളെ പഠിപ്പിച്ചു. അതുവരെ തോലുകൾ ധരിച്ചിരുന്ന മനുഷ്യൻ നാഗരികമായ വസ്ത്രധാരണ രീതിയിലേക്ക് മാറിയത് മഹാനവറുകളുടെ കാലത്താണ്. കൂടാതെ ജ്യോതിശാസ്ത്രത്തിലും ഗണിതത്തിലും മഹാനവറുകൾ അറിവ് പ്രകടിപ്പിച്ചു. നക്ഷത്രങ്ങളുടെ ഗതി നോക്കി കാലം കണക്കാക്കുന്ന രീതിക്ക് മഹാനവറുകൾ തുടക്കമിട്ടു. നൂഹ് നബി അലൈഹിസ്സലാം, എഞ്ചിനീയറിംഗിന്റെ വിസ്മയം. വിജ്ഞാനം സാങ്കേതിക മികവിലേക്ക് വളരുന്നതാണ് പിന്നീട് നാം കാണുന്നത്. ഒരു വിനാശകരമായ പ്രളയത്തെ അഭിമുഖീകരിക്കാൻ നൂഹ് നബി അലൈഹിസ്സലാമിനോട് ഒരു കപ്പൽ നിർമ്മിക്കാൻ അള്ളാഹു കൽപ്പിച്ചു. ഒരു മലമുകളിൽ യാതൊരു മുൻമാതൃകകളുമില്ലാതെ ഒരു പടുകൂറ്റൻ കപ്പൽ നിർമ്മിച്ചതിലൂടെ ഷിപ്പ് ബിൽഡിംഗ് എഞ്ചിനീയറിംഗിന്റെ ആദ്യ പാഠങ്ങൾ മഹാനവറുകൾ ലോകത്തിന് കാണിച്ചു തന്നു. തടി സംസ്കരിക്കാനും അവ കൂട്ടിയോജിപ്പിച്ച് ജലപ്രവാഹത്തെ അതിജീവിക്കാനുമുള്ള ആ സാങ്കേതിക വിദ്യ വിജ്ഞാന ചരിത്രത്തിലെ ഒരു വലിയ നായികക്കല്ലായിരുന്നു. യൂസുഫ് നബി അലൈഹിസ്സലാം, സാമ്പത്തിക ശാസ്ത്രത്തിന്റെ വിപ്ലവം. കാലങ്ങൾക്കിപ്പുറം ഈജിപ്തിന്റെ മണ്ണിൽ വിജ്ഞാനം മറ്റൊരു തലത്തിലേക്ക് വളർന്നു. 7 വർഷത്തെ സമൃദ്ധിയും തുടർന്നുണ്ടാകാൻ പോകുന്ന കടുത്ത ക്ഷാമവും മുൻകൂട്ടി കണ്ട് കൃത്യമായ പ്ലാനിങ്ങിലൂടെ ഒരു രാജ്യത്തെ രക്ഷിച്ച യൂസുഫ് നബി അലൈഹിസ്സലാമിലൂടെ ലോകം സാമ്പത്തിക ശാസ്ത്രത്തിന്റെ പ്രായോഗിക വശങ്ങൾ പഠിച്ചു. വിഭവങ്ങൾ എങ്ങനെ ശേഖരിക്കണം, വിതരണം എങ്ങനെ നീതിപൂർവമാക്കാം, പ്രതിസന്ധികളിൽ ഒരു രാജ്യത്തെ സാമ്പത്തിക ഭദ്രത എങ്ങനെ നിലനിർത്താം എന്നതിന് മഹാനവറുകൾ നൽകിയ മാതൃക ഇന്നും ആധുനിക സാമ്പത്തിക വിദഗ്ധരെ അത്ഭുതപ്പെടുത്തുന്നതാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം, യുക്തിചിന്താ മണ്ഡലങ്ങളെ നാഥനിലേക്ക് നയിച്ച പ്രവാചകൻ. വിജ്ഞാനം എന്നത് വെറും സാങ്കേതികത മാത്രമല്ല, അത് ചിന്താപരമായ ഔന്നത്യം കൂടിയാണെന്ന് ഇബ്രാഹിം നബി അലൈഹിസ്സലാം തെളിയിച്ചു. നക്ഷത്രങ്ങളെയും ചന്ദ്രനെയും സൂര്യനെയും നിരീക്ഷിച്ചുകൊണ്ട് വിഗ്രഹാരാധനയുടെ അന്ധവിശ്വാസങ്ങളിൽ നിന്ന് ജനങ്ങളെ മോചിപ്പിക്കാൻ മഹാനവറുകൾ യുക്തിപൂർവം സംവദിച്ചു. അറിവിനെ പാരമ്പര്യത്തിന്റെ തടവറയിൽ നിന്ന് മോചിപ്പിച്ച് സ്വതന്ത്രമായ ചിന്തയിലേക്ക് മഹാനവറുകൾ നയിച്ചു. പിൽക്കാലത്ത് വളർന്നുവന്ന തത്വശാസ്ത്രങ്ങൾക്കും തൗഹീദി ദർശനങ്ങൾക്കും ഇബ്രാഹിം നബി അലൈഹിസ്സലാമാണ് അടിസ്ഥാനമിട്ടത്. ദാവൂദ് നബിയും സുലൈമാൻ നബിയും. ലോഹശാസ്ത്രവും പ്രകൃതി പഠനവും. ലോഹ സംസ്കരണ വിദ്യയിൽ വിപ്ലവം സൃഷ്ടിച്ചവരായിരുന്നു ദാവൂദ് നബി അലൈഹിസ്സലാം.
ഇരുമ്പിനെ മെഴുകുപോലെ ഉരുക്കി കവചങ്ങളും ഉപകരണങ്ങളും നിർമ്മിക്കാൻ മഹാനവറുകൾക്ക് അള്ളാഹു അറിവ് നൽകി. മഹാനവറുകളുടെ പുത്രൻ സുലൈമാൻ നബി അലൈഹിസ്സലാം ആകട്ടെ അറിവിനെ പ്രകൃതിയുടെ സർവ്വതലങ്ങളിലേക്കും വ്യാപിപ്പിച്ചു. ജീവജാലങ്ങളുടെ ഭാഷ തിരിച്ചറിയാനും കാറ്റിന്റെ ഗതി നിയന്ത്രിക്കാനുമുള്ള സാങ്കേതിക മികവ് മഹാനവറുകൾ പ്രകടിപ്പിച്ചു. ആ കാലഘട്ടത്തിൽ ജെറുസലേമിൽ നിർമ്മിക്കപ്പെട്ട അത്ഭുതകരമായ കൊട്ടാരങ്ങളും നിർമ്മിതികളും അന്നത്തെ വാസ്തുവിദ്യയുടെ ഉന്നതിയെ അടയാളപ്പെടുത്തുന്നു. ഈസാ നബി അലൈഹിസ്സലാം, ആത്മീയതയുടെ വൈദ്യശാസ്ത്രം. ഭൗതിക നേട്ടങ്ങളിൽ അഹങ്കരിച്ച മനുഷ്യർക്ക് ആത്മീയതയുടെയും സ്നേഹത്തിന്റെയും സ്പർശമായി ഈസാ നബി അലൈഹിസ്സലാം കടന്നുവന്നു. ഭൗതികമായ ഔഷധങ്ങളെക്കാൾ വലിയൊരു മാറ്റം വിശ്വാസത്തിലൂടെയും പ്രാർത്ഥനയിലൂടെയും സാധ്യമാകുമെന്ന് മഹാനവറുകൾ കാണിച്ചു തന്നു. മാറാരോഗികളെ സുഖപ്പെടുത്തിയെടുത്തതിലൂടെ വൈദ്യശാസ്ത്രത്തിന്റെ പുതിയൊരു തലം മഹാനവറുകൾ തുറന്നിട്ടു. ഹൃദയങ്ങളെ ചികിത്സിക്കാനാണ് മഹാനവറുകൾ പ്രാധാന്യം നൽകിയത്. ഈ നബിമാരെ കൂടാതെ ഹൂദ് നബി അലൈഹിസ്സലാം ആദ് ജനതയിലേക്ക് അയക്കപ്പെട്ട പ്രവാചകർ. അഹങ്കാരത്തിലും ശക്തിയിലും മതിച്ചിരുന്ന ആദ് ജനതയിലേക്കാണ് ഹൂദ് നബി അലൈഹിസ്സലാമിനെ നിയോഗിക്കപ്പെട്ടത്. ഭൗതിക ശക്തി ശാശ്വതമല്ലെന്നും വിനയം മാത്രമാണ് രക്ഷയെന്നും മഹാനവറുകൾ ഉപദേശിച്ചു. മുന്നറിയിപ്പുകൾ അവഗണിച്ച ആദ് ജനത കനത്ത കാറ്റുപ്രളയത്തിൽ നശിപ്പിക്കപ്പെട്ടു. സ്വാലിഹ് നബി അലൈഹിസ്സലാം, സമൂദ് ജനതയിലേക്ക് അയക്കപ്പെട്ടവർ. പാറകൾ കൊത്തിമുറിച്ച് വീടുകൾ നിർമ്മിച്ച സമൂദ് ജനത സാങ്കേതിക മികവിൽ അഹങ്കരിച്ചു. അള്ളാഹു പരീക്ഷിക്കാനായി അയച്ച ഒട്ടകത്തെപ്പോലും അവർ അവഗണിച്ചു. നീതിയും നന്മയും മാത്രം ഉപദേശിച്ച സ്വാലിഹ് നബിയെ നിരസിച്ചതോടെ അവർ ശിക്ഷിക്കപ്പെട്ടു. ലൂത്ത് നബി അലൈഹിസ്സലാം, സദോം ജനതയിലേക്ക് അയക്കപ്പെട്ടവർ. നൈതിക അധപ്പതനത്തിൽ മുങ്ങിയ സദോം ജനതയെ ശുദ്ധിയിലേക്കും ധാർമ്മികതയിലേക്കും വിളിക്കാൻ ലൂത്ത് നബി നിയോഗിക്കപ്പെട്ടു. സാമൂഹിക വ്യതിയാനങ്ങൾക്കെതിരെ ശക്തമായി ശബ്ദമുയർത്തിയ ഈ ദൗത്യം മനുഷ്യമൂല്യങ്ങളുടെ പ്രാധാന്യം പഠിപ്പിക്കുന്നു. സ്വർഗരതി പോലത്തെ ദുർനടപ്പുകളെ ഉന്മൂലനം ചെയ്യാൻ ശ്രമിച്ചു. ധിക്കരിച്ചവർക്ക് അള്ളാഹു ചാവുകളിൽ ശിക്ഷയാക്കി നൽകി. ഇസ്മായിൽ നബി അലൈഹിസ്സലാം, മക്കയിലെ അറബ് സമൂഹത്തിലേക്ക് അയക്കപ്പെട്ടവർ. മക്കയുടെ മരുഭൂമിയിൽ സമർപ്പണത്തിന്റെ ഏറ്റവും ഉന്നത മാതൃകയായി ഇസ്മായിൽ നബി അലൈഹിസ്സലാം നിലകൊണ്ടു. പിതാവായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനോടൊപ്പം കാബ പുനർനിർമ്മിച്ചു. സത്യസന്ധതയും വാഗ്ദത്ത പാലനവുമാണ് മഹാനവറുകളുടെ മുഖ്യ ഗുണങ്ങൾ. ഇസ്ഹാഖ് നബി അലൈഹിസ്സലാം, ഖനാൻ പ്രദേശത്തെ സമൂഹത്തിലേക്ക് അയക്കപ്പെട്ടവർ. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ദൗത്യം അടുത്ത തലമുറയിലേക്ക് കൈമാറിയ നബിയാണ് ഇസ്ഹാഖ് നബി അലൈഹിസ്സലാം. ശാന്തവും സ്ഥിരവുമായ പ്രബോധനത്തിലൂടെ കുടുംബാധിഷ്ഠിത വിശ്വാസ പാരമ്പര്യം നിലനിർത്തി. യാക്കൂബ് നബി അലൈഹിസ്സലാം, ബനി ഇസ്രായേല്യരുടെ പിതാവ്. ക്ഷമയുടെയും ആത്മനിയന്ത്രണത്തിന്റെയും ജീവിച്ച ഉദാഹരണമാണ് യാക്കൂബ് നബി അലൈഹിസ്സലാം. കുടുംബ ബന്ധങ്ങളുടെ ശക്തിയും പരീക്ഷണങ്ങളോടുള്ള സഹനവുമാണ് മഹാനവറുകളുടെ ദൗത്യത്തിന്റെ ആധാരം. അയ്യൂബ് നബി അലൈഹിസ്സലാം, പരീക്ഷണങ്ങളാൽ നിറഞ്ഞ സമൂഹം. രോഗവും ദാരിദ്ര്യവും നഷ്ടങ്ങളും എല്ലാം സഹിച്ച അയ്യൂബ് നബി അലൈഹിസ്സലാം ക്ഷമയുടെ പരമാവധി ഉയരം കാണിച്ചു. അവസ്ഥകളല്ല, വിശ്വാസമാണ് മനുഷ്യനെ നിർവചിക്കുന്നതെന്ന് മഹാനവറുകൾ തെളിയിച്ചു. ഷുഐബ് നബി അലൈഹിസ്സലാം, മദീൻ എന്ന പ്രവിശ്യയിലെ ജനത. വ്യാപാരത്തിൽ വഞ്ചനയും അളവിലും തൂക്കത്തിലും അനീതിയും പുലർത്തിയ മദിയൻ ജനതയിലേക്കാണ് ഷുഐബ് നബി അലൈഹിസ്സലാമിനെ നിയോഗിക്കപ്പെട്ടത്. സാമ്പത്തിക നീതിയുടെ പ്രാധാന്യം മഹാനവറുകൾ കൃത്യമായി പഠിപ്പിച്ചു. ഹാറൂൻ നബി അലൈഹിസ്സലാം, ബനി ഇസ്രായേൽ. മൂസ നബി അലൈഹിസ്സലാമിന്റെ സഹോദരനും സഹായിയുമായിരുന്ന ഹാറൂൻ നബി അലൈഹിസ്സലാം ജനങ്ങളോട് സ്നേഹപൂർവ്വം സംസാരിച്ച ഒരു നേതാവായിരുന്നു. പ്രബോധനത്തിൽ സൗമ്യതയുടെ ശക്തി മഹാനവറുകൾ ലോകത്തിന് കാണിച്ചു. ഇല്യാസ് നബി അലൈഹിസ്സലാം, ബൽ ആരാധകരായ സമൂഹം. വിഗ്രഹാരാധനയിലേക്ക് വഴുതിപ്പോയ ജനതയെ തൗഹീദിലേക്ക് തിരികെ വിളിക്കാൻ ഇല്യാസ് നബി നിയോഗിക്കപ്പെട്ടു. ഏകദൈവ വിശ്വാസം കൈവിട്ടു പോകരുതെന്ന മുന്നറിയിപ്പായിരുന്നു മഹാനവറുകളുടെ ദൗത്യം. അൽ-യസ നബി അലൈഹിസ്സലാം, ഇല്യാസ് നബി അലൈഹിസ്സലാമിന്റെ അനുയായികൾ. ഇല്യാസ് നബി അലൈഹിസ്സലാമിന്റെ ദൗത്യം തുറന്നു കൊണ്ടുപോയ അൽ-യസ നബി അലൈഹിസ്സലാം സ്ഥിരതയും തുടർച്ചയും പ്രബോധനത്തിന്റെ ശക്തിയാണെന്ന് പഠിപ്പിച്ചു. യൂനുസ് നബി അലൈഹിസ്സലാം, നിനവേ ജനത. പശ്ചാത്താപത്തിന്റെ ശക്തി ലോകത്തിന് പഠിപ്പിച്ച നബിയാണ് യൂനുസ് നബി അലൈഹിസ്സലാം. തെറ്റുകൾ തിരിച്ചറിഞ്ഞാൽ അള്ളാഹുവിന്റെ കരുണ അടുത്തുണ്ടെന്ന സന്ദേശം നിനവേ ജനതയിലൂടെ തെളിഞ്ഞു. സക്കരിയ നബി അലൈഹിസ്സലാം, ബൈത്തുൽ മുഖദ്ദസ്. വിശ്വാസം ക്ഷീണിച്ച കാലത്ത് ദൈവാലയ സംരക്ഷണത്തിനായി നിലകൊണ്ട സക്കരിയ നബി അലൈഹിസ്സലാം പ്രാർത്ഥനയുടെ ശക്തി ലോകത്തിന് കാണിച്ചു. യഹിയ നബി അലൈഹിസ്സലാം, ബനി ഇസ്രായേൽ. സത്യത്തിനു വേണ്ടി ജീവത്യാഗം ചെയ്ത ധീരനായ നബിയാണ് യഹിയ നബി അലൈഹിസ്സലാം. നീതിയോടുള്ള അചഞ്ചലമായ നിലപാട് മഹാനവറുകളെ ചരിത്രത്തിൽ അമരനാക്കി.
ഇവരുടെയൊക്കെ ജീവിതചരിത്രം വ്യാപകമാണ്. ഈ പ്രവാചക ശൃംഖലയ്ക്ക് തിരശ്ശീല വീഴ്ത്തിക്കൊണ്ടാണ് മുത്തനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഭൂജാതരാവുന്നത്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിജ്ഞാനത്തിന്റെ വെള്ളി വെളിച്ചം, ഈ ജ്ഞാന പരമ്പരയുടെ ജ്വലിക്കുന്ന സൂര്യനായിട്ടാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കടന്നു വരുന്നത്. ക്രിസ്തുവർഷം 610 ഹിറാ ഗുഹയിൽ മുഴങ്ങിയ ഇഖ്റ എന്ന ആദ്യ വചനം ലോകചരിത്രത്തിലെ ഏറ്റവും വലിയ വിജ്ഞാന വിപ്ലവത്തിന് തിരിതെളിച്ചു. ഞാനൊരു അധ്യാപകനായിട്ടാണ് നിയോഗിക്കപ്പെട്ടത് എന്ന് തങ്ങൾ പ്രഖ്യാപിച്ചു. ദാറുൽ അർഖം എന്ന രഹസ്യ പാഠശാലയിൽ നിന്ന് തുടങ്ങി മദീനയിലെ മസ്ജിദുൻ നബവിയിലേക്കും അവിടുത്തെ അഹ്ലുസുഫ എന്ന സർവകലാശാലയിലേക്കും അറിവ് ഒഴുകി. ഗ്രന്ഥങ്ങളിലല്ല, മറിച്ച് ഹൃദയങ്ങളിൽ നിന്ന് ഹൃദയങ്ങളിലേക്കായിരുന്നു അറിവ് കൈമാറ്റം ചെയ്യപ്പെട്ടത്. എഴുത്തും വായനയും നിർബന്ധമാക്കിയ തങ്ങൾ യുദ്ധത്തടവുകാരോട് പോലും അക്ഷരം പഠിപ്പിക്കാൻ ആവശ്യപ്പെട്ടു. അതോടെ അറിവ് ഒരു ജനതയുടെ സംസ്കാരമായി മാറി. സ്വഹാബികളും താബിഉകളും അറിവിന്റെ പ്രേക്ഷകർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വഫാത്തിന് ശേഷം സ്വഹാബികൾ അറിവുമായി ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് സഞ്ചരിച്ചു. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു കൂഫയെ ഒരു വലിയ വിജ്ഞാന കേന്ദ്രമാക്കി മാറ്റി. അബൂദർദ റളിയല്ലാഹു അൻഹു ദമസ്കസിലും മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു യമനിലും വിജ്ഞാനത്തിന്റെ പതാക ഉയർത്തി. മലബാറിലേക്കുള്ള ഇസ്ലാമിക വിജ്ഞാനത്തിന്റെ ഉറവിടം പോലും ഇത്തരം കേന്ദ്രങ്ങളിൽ നിന്നാണ് ഉത്ഭവിച്ചത്. തുടർന്ന് വന്ന താബിഉകൾ ഹൃദയങ്ങളിൽ സൂക്ഷിച്ചിരുന്ന അറിവിനെ ഗ്രന്ഥരൂപത്തിലേക്ക് ക്രോഡീകരിക്കാൻ തുടങ്ങി. ഇസ്ലാമിക നിയമങ്ങളും ചരിത്രവും ശാസ്ത്രവും ശാസ്ത്രീയമായി രേഖപ്പെടുത്തപ്പെട്ടത് ഇവരുടെ കാലത്താണ്. സ്പെയിനിലെ വസന്തം. ലോകത്തിന് വെളിച്ചമായി ഈ ജ്ഞാനപ്രവാഹം ഒടുവിൽ എത്തിച്ചേരുന്നത് യൂറോപ്പിന്റെ കവാടമായ സ്പെയിനിലാണ്. അമവിയ്യ ഭരണകൂടം ദമസ്കസിൽ നിന്ന് തുടങ്ങിയ മാറ്റം സ്പെയിനിലെ ഖുർത്തുബയിൽ പൂത്തുലഞ്ഞു. മധ്യകാല യൂറോപ്പ് അന്ധകാരത്തിൽ ആണ്ടുകിടന്നപ്പോൾ ഖുർത്തുബയിലെ തെരുവുകൾ അറിവിന്റെ വെളിച്ചത്താൽ തിളങ്ങുകയായിരുന്നു. അവിടുത്തെ വൈദ്യശാസ്ത്രവും ഗണിതവും തത്വശാസ്ത്രവും ഒരുപോലെ വളർന്നു. ഇബ്നു സീനയും ഇബ്നു റുഷ്ദും പോലുള്ള പ്രതിഭകൾ ലോകത്തിന് നൽകിയ അറിവുകൾ ആധുനിക ശാസ്ത്രത്തിന്റെ പോലും അടിത്തറയായി മാറി. സർവകലാശാലകളും ലൈബ്രറികളും അവിടെ സജീവമായി. സ്പെയിനിൽ നിന്ന് ആ പ്രകാശം യൂറോപ്പിലുടനീളം പടർന്നു. അത് പിൽക്കാലത്തെ നവോത്ഥാനത്തിന് വഴിമരുന്ന്. ഇസ്ലാമിക ചരിത്രത്തിലെ ആദ്യത്തെ വംശീയ ഭരണകൂടമായിരുന്ന അമവി ഖിലാഫത്തിന്റെ തകർച്ചയോടെയാണ് അബ്ബാസി ഭരണകാലം ആരംഭിക്കുന്നത്. ഭരണപരമായ വിവേചനങ്ങളും ആഭ്യന്തര കലഹങ്ങളും അമവി ഭരണകൂടത്തിന്റെ അടിത്തറയിളക്കി. ഈ സാഹചര്യത്തിൽ സയ്യിദുന മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പിതൃവ്യൻ അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ പരമ്പരയിലുള്ളവർ സംഘടിക്കുകയും അഹ്ലുബൈത്തിനോടുള്ള സ്നേഹം മുൻനിർത്തി ജനപിന്തുണ നേടുകയും ചെയ്തു. ക്രിസ്തുവർഷം 750 നടന്ന ചരിത്രപ്രസിദ്ധമായ സാബ് യുദ്ധത്തിൽ അമവികളെ പരാജയപ്പെടുത്തിക്കൊണ്ട് അബ്ബാസികൾ അധികാരം പിടിച്ചെടുത്തു. അബ്ബാസികൾ തങ്ങളുടെ ഭരണകേന്ദ്രം സിറിയയിലെ ദമസ്കസിൽ നിന്നും ഇറാഖിലെ ബഗ്ദാദിലേക്ക് മാറ്റി. ഇതോടെ ഇസ്ലാമിക ചരിത്രം ഒരു പുതിയ യുഗത്തിലേക്ക് കടന്നു. അമവി കാലഘട്ടം പ്രധാനമായും സാമ്രാജ്യത്യ വ്യാപനത്തിനും രാഷ്ട്രീയമായ കരുത്തുറ്റ ബന്ധങ്ങൾക്കും മുൻഗണന നൽകിയപ്പോൾ അബ്ബാസി കാലഘട്ടം വിജ്ഞാനത്തിനും സാംസ്കാരികമായ ഉന്നതിക്കുമാണ് പ്രാധാന്യം നൽകിയത്. ഈ മാറ്റമാണ് ലോകചരിത്രത്തിൽ ഇസ്ലാമിക സുവർണകാലം എന്നറിയപ്പെടാൻ കാരണമായത്. വിജ്ഞാന വിപ്ലവം. വിജ്ഞാന സമ്പാദനത്തിനായി ബഗ്ദാദിൽ ലോകപ്രശസ്തമായ ബൈത്തുൽ ഹിക്മ സ്ഥാപിക്കപ്പെട്ടു. ഗ്രീക്ക്, പേർഷ്യൻ, സംസ്കൃതം എന്നീ ഭാഷകളിലെ പ്രമുഖ ഗ്രന്ഥങ്ങൾ ഇവിടെ വെച്ച് അറബിയിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ടു. ഈ രണ്ട് കാലഘട്ടങ്ങളിലും കെട്ടിപ്പടുക്കപ്പെട്ട വൈജ്ഞാനിക അടിത്തറയാണ് പിൽക്കാലത്ത് ആധുനിക ശാസ്ത്രശാഖകളുടെ വളർച്ചയ്ക്ക് വഴിയൊരുക്കിയത്. 1258 മംഗോളിയൻ ഭരണാധികാരി ഹുല്ലാഗു ഖാൻ ബഗ്ദാദ് ആക്രമിച്ചതോടെയാണ് അബ്ബാസി ഖിലാഫത്തിന് അന്ത്യം സംഭവിച്ചത്. ഉസ്മാനിയ ഖിലാഫത്ത്. അബ്ബാസികൾക്ക് ശേഷം ഇസ്ലാമിക ലോകത്തിന്റെ നേതൃത്വം ഏറ്റെടുത്തത് തുർക്കിയിലെ ഉസ്മാനികളാണ്. ഏഷ്യ, യൂറോപ്പ്, ആഫ്രിക്ക എന്നീ 3 ഭൂഖണ്ഡങ്ങളിലായി പടർന്നു പന്തലിച്ച ഉസ്മാനിയ ഖിലാഫത്ത് 1924 വരെ ഇസ്ലാമിക ലോകത്തിന്റെ രാഷ്ട്രീയ കേന്ദ്രമായി നിലകൊണ്ടു. അറേബ്യയിൽ നിന്ന് കടൽ കടന്നു വന്ന വിജ്ഞാനത്തിന്റെ വെളിച്ചം കേരളത്തിന്റെ മണ്ണിൽ ആഴ്ന്നിറങ്ങി. കേരളത്തിലെ തീരങ്ങളിലെത്തിയ അറബി വ്യാപാരികളിലൂടെയാണ് ഇസ്ലാം ഇവിടെ പ്രചരിച്ചത്. കേരളത്തിലെ ഇസ്ലാമിക പാരമ്പര്യം. AD 7-ാം നൂറ്റാണ്ടിൽ മാലിക് ദീനാറും സംഘവും എത്തിയതോടെയാണ് കേരളത്തിൽ ഇസ്ലാമിക പ്രബോധനത്തിന് തുടക്കമായത്. അവർ നിർമ്മിച്ച പള്ളികൾ ദർസ് സംസ്കാരത്തിന് അടിത്തറവാക്കി. കേരളത്തിലെ ആദ്യ പള്ളിയായ കൊടുങ്ങല്ലൂരിലെ ചേരമാൻ ജുമാ മസ്ജിദിലാണ് ആദ്യമായി ദർസ് സംവിധാനം രൂപം കൊണ്ടത്. എന്നാൽ വ്യവസ്ഥാപിതമായി ദർസ് സംവിധാനത്തിന് തുടക്കം കുറിച്ചത് കൊടുങ്ങല്ലൂരിലെ താനൂർ വലിയ കുളങ്ങര പള്ളിയിലാണ്. 15-ാം നൂറ്റാണ്ടിലെ യമനിലെ ഹദർമൗത്തിൽ നിന്നും മഖ്ദൂമുമാർ എത്തിയതോടെ കേരളത്തിലെ വൈജ്ഞാനിക രംഗം കൂടുതൽ വ്യവസ്ഥാപിതമായി. പൊന്നാനി വിജ്ഞാനത്തിന്റെ ആസ്ഥാനമാക്കി മാറ്റുകയും
ചെറിയ മക്ക എന്നറിയപ്പെടുകയും ചെയ്തു. പൊന്നാനി വലിയ ജുമാഅത്ത് പള്ളിയിലെ വിളക്കത്തിരിക്കൽ എന്ന ബിരുദദാന ചടങ്ങിന് മുസ്ലിം ലോകത്ത് വലിയ അംഗീകാരമുണ്ടായിരുന്നു. ലക്ഷദ്വീപ്, തമിഴ്നാട്, മലേഷ്യ എന്നിവിടങ്ങളിൽ നിന്ന് പോലും വിദ്യാർത്ഥികൾ അറിവ് തേടി പൊന്നാനിയിലെത്തിയിരുന്നു. അതുപോലെ തന്നെ കേരളത്തിൽ ഇസ്ലാമിന്റെ അടിവേര് ആഴ്ത്തിയിറക്കിയത് വരക്കൽ മുല്ലക്കോയ തങ്ങൾ ഖദ്ദസുല്ലാഹു സറഹുൽ അസീസ് പോലെയുള്ളവരാണ്. കേരളത്തിലെ പണ്ഡിത ലോകത്തെ ഒരു കുടക്കീഴിൽ അണിനിരത്തിയ മഹാനായ വിപ്ലവകാരി. 1926 സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ രൂപീകരിക്കുന്നതിന് നേതൃത്വം നൽകിയ ഇദ്ദേഹമാണ് സമസ്തയുടെ സ്ഥാപക പ്രസിഡന്റ്. പ്രവാചക കുടുംബാംഗമായ തങ്ങൾ ആത്മീയതയും സംഘടനാ ബോധവും ഒരുപോലെ കൊണ്ടു നടന്നു. കേരളത്തിലെ മുസ്ലിം സമുദായത്തിന്റെ കെട്ടുറപ്പിന്റെ അടിത്തറവാകിയത് മഹാനവറുകളുടെ ദീർഘവീക്ഷണമാണ്. ഖുതുബി മുഹമ്മദ് മുസ്ലിയാർ ഖദ്ദസുല്ലാഹു സറഹുൽ അസീസ്. അറിവിന്റെ ആഴക്കടലായിരുന്ന ഖുതുബി തങ്ങൾ കേരളത്തിലെ പണ്ഡിതന്മാർക്ക് അത്താണിയായിരുന്നു. ഖുതുബി എന്ന പേരിൽ തന്നെ മഹാനവറുകൾ അറിവിന്റെ കേന്ദ്രമായിരുന്നു എന്ന് വ്യക്തം. സങ്കീർണമായ ഫിഖ് പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നതിൽ മഹാനവറുകൾ അദ്വിതീയനായിരുന്നു. സമസ്തയുടെ മുശാവറയിൽ മഹാനവറുകളുടെ വാക്കുകൾക്ക് വലിയ സ്ഥാനമുണ്ടായിരുന്നു. ആയിരക്കണക്കിന് പണ്ഡിതന്മാരുടെ ഗുരുവര്യനാണ് അദ്ദേഹം. കണ്ണിയത്ത് അഹമ്മദ് മുസ്ലിയാർ ഖദ്ദസുല്ലാഹു സറഹുൽ അസീസ്. റഈസുൽ മുഹഖിഖീൻ, പണ്ഡിതന്മാരുടെ നേതാവ് എന്നറിയപ്പെട്ട കണ്ണിയത്ത് ഉസ്താദ് അറിവിനോടൊപ്പം അങ്ങേയറ്റത്തെ സൂക്ഷ്മതയും ജീവിതത്തിൽ പുലർത്തിയ മഹാനാണ്. സമസ്തയുടെ പ്രസിഡന്റായി ദീർഘകാലം സേവനമനുഷ്ഠിച്ചു. വിനയത്തിന്റെ പര്യായമായിരുന്ന മഹാനവറുകൾ അറിവിനെ ജീവിതമാക്കിയ ഉത്തമ മാതൃകയായിരുന്നു. വാക്കിലും പ്രവൃത്തിയിലും അള്ളാഹുവിനെ മാത്രം ഭയപ്പെട്ടിരുന്ന ഒരു വലിയ ആത്മീയ വ്യക്തിത്വമായിരുന്നു മഹാനവറുകൾ. ശംസുൽ ഉലമ EK അബൂബക്കർ മുസ്ലിയാർ ഖദ്ദസുല്ലാഹു സറഹുൽ അസീസ്. പണ്ഡിത ലോകത്തെ സൂര്യൻ എന്നറിയപ്പെട്ട EK ഉസ്താദ് കേരളീയ മുസ്ലിം ചരിത്രത്തിലെ ഏറ്റവും പ്രഭാപൂർണമായ വ്യക്തിത്വമാണ്. തന്റെ അഗാധമായ പാണ്ഡിത്യം കൊണ്ടും വാക്ചാതുരി കൊണ്ടും അദ്ദേഹം എതിരാളികളെ നിശബ്ദരാക്കി. സമസ്തയുടെ ജനറൽ സെക്രട്ടറി ആയിരുന്ന അദ്ദേഹം പ്രസ്ഥാനത്തെ ജനകീയമാക്കുന്നതിൽ മുഖ്യ പങ്ക് വഹിച്ചു. കിതാബുകൾ ഓതിക്കൊടുക്കുന്നതിലും സമുദായത്തെ നയിക്കുന്നതിലും ഒരേപോലെ മികവ് പുലർത്തിയ അസാമാന്യ പ്രതിഭയായിരുന്നു അദ്ദേഹം. ആ കടല് കടന്നു വന്ന വ്യാപാരികളുടെ സത്യസന്ധതയും ഉന്നതമായ സ്വഭാവ മഹിമയുമാണ് ഇന്ത്യക്കാരെ ഇസ്ലാമിലേക്ക് ആകർഷിച്ചത്. വരക്കൽ തങ്ങൾ നട്ടുവളർത്തിയ പ്രസ്ഥാനത്തെ കണ്ണിയത്ത് ഉസ്താദും ഖുതുബി തങ്ങളും അറിവുകൊണ്ട് നനച്ചു. ശംസുൽ ഉലമയും അതുപോലത്തെ പണ്ഡിതന്മാരും അതിനെ ലോകമെങ്ങും പടർന്നു പന്തലിച്ച വടവൃക്ഷമാക്കി മാറ്റി. വടക്കേ ഇന്ത്യയിൽ ഹിജ്റ 1-ാം നൂറ്റാണ്ടിൽ തന്നെ ഇസ്ലാം പ്രചരിച്ചു തുടങ്ങിയിരുന്നു. ക്രിസ്തുവർഷം 712 സിന്ധിലെത്തിയ മുഹമ്മദ് ബിൻ ഖാസിമിനൊപ്പം ഒട്ടനവധി പണ്ഡിതന്മാരും ഇന്ത്യയിലെത്തി. ഇതോടെ സിന്ധ് പ്രദേശം ബാബുൽ ഇസ്ലാം, ഇസ്ലാമിന്റെ കവാടം എന്നറിയപ്പെടാൻ തുടങ്ങി. പ്രവാചക ശിഷ്യന്മാരും അവരുടെ അനുയായികളും വഴി ഇസ്ലാമിക നിയമങ്ങളും ഹദീസുകളും ഇന്ത്യയിൽ ആദ്യമായി വിപുലമായി ചർച്ച ചെയ്യപ്പെട്ടത് ഈ പ്രദേശത്താണ്. സൂഫി വര്യന്മാരുടെ പങ്ക്. ഇന്ത്യയിലുടനീളം ഇസ്ലാം പ്രചരിപ്പിക്കുന്നതിൽ സൂഫി വര്യന്മാർ നിർണായക പങ്കുവഹിച്ചു. ഖാജ മൊയ്നുദ്ദീൻ ചിശ്തി റളിയല്ലാഹു അൻഹു, ഷെയ്ഖ് അബ്ദുൽ വഫ ഷംസുദ്ദീൻ മുഹമ്മദ് അൽ ഹിംസി റളിയല്ലാഹു അൻഹു, ഖുതുബുദ്ദീൻ ബഖ്തിയാർ കാക്കി, നിസാമുദ്ദീൻ ഔലിയ റളിയല്ലാഹു അൻഹു, ഷെയ്ഖ് അഹമ്മദ് സർഹിന്ദി റളിയല്ലാഹു അൻഹു, ഷെയ്ഖ് സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു തുടങ്ങിയ മഹാന്മാരാണ് ഇതിന് നേതൃത്വം നൽകിയത്. വാളുകൊണ്ടോ അധികാരശക്തി കൊണ്ടോ ആയിരുന്നില്ല, മറിച്ച് സ്നേഹത്തിലൂടെയും സേവനത്തിലൂടെയുമാണ് സൂഫികൾ ജനഹൃദയങ്ങൾ കീഴടക്കിയത്. പള്ളി ദർസുകളുടെ ആവിഷ്കാരം. കേരളത്തിലെ പള്ളി ദർസുകളുടെ ജീവൻ അവിടുത്തെ ചെലവ് നൽകൽ സമ്പ്രദായമാണ്. ദൂരദേശത്തു നിന്ന് വരുന്ന വിദ്യാർത്ഥികളെ സ്വന്തം കുടുംബാംഗത്തെ പോലെ കണ്ട് ഓരോ വീടുകളും ഭക്ഷണവും താമസവും ഏറ്റെടുക്കുന്ന രീതി അറിവിനോടുള്ള ആദരവാണ്. മേൽപ്പറഞ്ഞ ഈ പള്ളി ദർസ് സംവിധാനം അക്കാലത്ത് ഇതൊരു ഉന്നത വിദ്യാഭ്യാസ കേന്ദ്രമായാണ് പ്രവർത്തിച്ചിരുന്നത്. ദർസുകൾ വലിയ പള്ളികളിൽ നടക്കുമ്പോൾ ഓരോ മഹലിലും കുട്ടികൾക്ക് അടിസ്ഥാന ദീനീ വിജ്ഞാനം നൽകാൻ ഓത്തുപള്ളി സമ്പ്രദായം നിലവിൽ വന്നു. പള്ളികളോട് ചേർന്നോ മുറ്റത്തോ ഉള്ള ചെറിയ ഷെഡുകളിലായിരുന്നു ഇവ പ്രവർത്തിച്ചിരുന്നത്. ഖുർആൻ പാരായണം, ലളിതമായ കർമ്മശാസ്ത്രം, അറബി മലയാളം എഴുത്ത് എന്നിവയായിരുന്നു പ്രധാന പഠന വിഷയങ്ങൾ. അന്നത്തെ അധ്യാപകർക്ക് മൊല്ലാക്ക എന്നാണ് പറയപ്പെട്ടിരുന്നത്. അന്നത്തെ പഠന രീതി മണലിൽ എഴുതി പഠിക്കുന്ന രീതിയായിരുന്നു. കാലത്തിന്റെ മാറ്റങ്ങൾ ഉൾക്കൊണ്ട് മതവിദ്യാഭ്യാസത്തോടൊപ്പം ഭൗതിക വിദ്യാഭ്യാസവും നൽകുന്ന സമന്വയ വിദ്യാഭ്യാസ രീതിക്ക് കേരളത്തിൽ അടിത്തറ പാകിയത് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പണ്ഡിത ശ്രേഷ്ഠരാണ്. 1926 സമസ്ത രൂപീകൃതമായതിനു ശേഷം വിദ്യാഭ്യാസ ബോർഡ് രൂപീകരണം 1951 മദ്രസ പഠനം ഏകീകരിക്കുന്നതിനായി സമസ്ത ഒരു പ്രത്യേക വിദ്യാഭ്യാസ ബോർഡ് രൂപീകരിച്ചു. ഇതോടെയാണ് ചിതറിക്കിടന്നിരുന്ന ഓത്തുപള്ളികൾ ഒരു കുടക്കീഴിൽ വരാൻ തുടങ്ങിയത്. ഏകീകൃത സിലബസ്. അതുവരെ ഓരോ മുല്ലാക്കന്മാരും അവരുടെ ഇഷ്ടത്തിനനുസരിച്ചായിരുന്നു പഠിപ്പിച്ചിരുന്നത്. സമസ്ത എല്ലാ മദ്രസകൾക്കും ഒരേ പാഠപുസ്തകങ്ങളും ഒരേ പഠനക്രമവും നിശ്ചയിച്ചു. ക്ലാസ് സംവിധാനം. ദർസുകളിലെ പോലെ എല്ലാവരും ഒന്നിച്ചിരുന്ന് പഠിക്കുന്നതിന് പകരം കുട്ടികളുടെ പ്രായത്തിനനുസരിച്ച് 1-ാം ക്ലാസ് മുതൽ 12-ാം ക്ലാസ് വരെയുള്ള
ഗ്രേഡഡ് സമ്പ്രദായം നടപ്പിലാക്കി. പരീക്ഷാ രീതി, പഠന നിലവാരം ഉറപ്പുവരുത്താൻ പൊതുപരീക്ഷകൾ ഏർപ്പെടുത്തി. ഇത് വിദ്യാർത്ഥികളിൽ പഠന താൽപര്യം വർദ്ധിപ്പിച്ചു. മുഅല്ലിം പരിശീലനം, അധ്യാപകർക്ക് കൃത്യമായ പരിശീലനം നൽകുകയും അവർക്ക് മാന്യമായ വേതനവും സേവന വ്യവസ്ഥകളും ഉറപ്പാക്കുകയും ചെയ്തു. സമസ്ത 100-ാം വാർഷികം ആഘോഷിച്ച ഈ വേളയിൽ സമസ്തയാണ് ഈ കേരള സമാജത്തിന് ദിശാബോധം നൽകിയതും വിജ്ഞാന വഴിത്തിരിവായി മാറിയതും. താരങ്ങൾ താഴെ വന്ന് നേരി നോക്കി തേരിലേറ്റി നൂറ്റാണ്ട് പിന്നിടുന്നു സമസ്ത. തീരാത്ത 100 കൊണ്ട് മുത്തുകോയ തങ്ങൾ ഇന്ന് പോറ്റി പടർത്തിടുന്നു സമസ്ത. താരങ്ങൾ താഴെ വന്ന് നേരി നോക്കി തേരിലേറ്റി നൂറ്റാണ്ട് പിന്നിടുന്നു സമസ്ത. തീരാത്ത 100 കൊണ്ട് മുത്തുകോയ തങ്ങൾ ഇന്ന് പോറ്റി പടർത്തിടുന്നു സമസ്ത. കേരള മുസ്ലിം സമുദായത്തിന് വ്യക്തമായ അസ്തിത്വം നൽകുന്നതിൽ സാദാത്തുക്കളുടെ പങ്ക് നിസ്തുലമാണ്. ഈ വഴിയിൽ മറക്കാനാവാത്ത നാമമാണ് പാണക്കാട് സാദാത്തുക്കൾ. പാണക്കാട് ആത്മീയതയുടെ വിശുദ്ധിയും രാഷ്ട്രീയത്തിന്റെ കരുത്തും ഒരുപോലെ സമന്വയിക്കുന്ന അപൂർവമായൊരു അധികാര കേന്ദ്രമാണ് പാണക്കാട് കൊടപ്പനക്കൽ തറവാട്. അധികാരത്തെ ആധിപത്യമായല്ല, മറിച്ച് സമൂഹത്തിനായുള്ള സേവനമായും സമാധാന സംസ്ഥാപനത്തിനുള്ള മാർഗമായും അവർ അടയാളപ്പെടുത്തി. വിദ്വേഷത്തിന്റെ വാക്കുകൾക്ക് സ്ഥാനമില്ലാത്ത സ്നേഹവും സഹവർത്തിത്വവും മാത്രം ചർച്ച ചെയ്യുന്ന കൊടപ്പനക്കൽ തറവാട് ഇന്നും കേരളത്തിന്റെ മതേതര മനസ്സാക്ഷിയുടെ കാവലാളായി നിലകൊള്ളുന്നു. സംയമനത്തിന്റെ ഭാഷയിലൂടെയും വിവേകപൂർണമായ നിലപാടുകളിലൂടെയും പാണക്കാട് കുടുംബം കേരളീയ പൊതുസമൂഹത്തിന് നൽകുന്ന തണൽ ചരിത്രത്തിൽ സമാനതകളില്ലാത്തതാണ്. വിജ്ഞാന പ്രസരണ വേദിയിൽ പ്രവാചകനും സഹാബത്തും താബിയങ്ങളും താണ്ടിയ വഴിയോരങ്ങൾ നാം മനസ്സിലാക്കി. ആ പാരമ്പര്യ തനിമയുടെ തുടർച്ച സാധ്യമാകുന്ന പള്ളി ദർസുകൾ കേരളീയ ആത്മീയ പരിസരങ്ങൾക്ക് നിറം നൽകിയിട്ടുണ്ട്. ആ പൈതൃക വഴിയിൽ കൂടിയാണ് ഹിദായത്തു തലബ എന്ന നമ്മുടെ ദർസിന്റെ സഞ്ചാരം. ഹിദായത്തു തലബ ദർസ്, അറിവിന്റെ പ്രയാണവും വളർച്ചയുടെ മണ്ണുകളും. കേരളീയ ദർസ് പാരമ്പര്യത്തിൽ ഒരു പുതിയ അധ്യായം കുറിച്ചുകൊണ്ട് ഹിദായത്തു തലബ ദർസ് അതിന്റെ വിജ്ഞാന പ്രയാണം ആരംഭിച്ചിട്ട് വർഷങ്ങളായി. ഓരോ മഹല്ലുകളും ഈ സ്ഥാപനത്തിന് തണലായ കാലയളവുകൾ വെറും വർഷങ്ങൾക്കപ്പുറം ഈ പ്രസ്ഥാനത്തിന്റെ ആത്മാവ് രൂപപ്പെട്ട നിർണായക ഘട്ടങ്ങളായിരുന്നു. സ്ഥാപനത്തിന്റെ വളർച്ച. ഇരിക്കൂർ ആയിപ്പുഴ 2002 ഇരിക്കൂറിലെ ആയിപ്പുഴ മഹലിൽ നിന്നാണ് ഈ ദർസ് അതിന്റെ പ്രയാണത്തിന് തുടക്കമിടുന്നത്. ഒരു വൻ വൃക്ഷത്തിന്റെ വിത്ത് പോലെ വലിയ ലക്ഷ്യങ്ങളോട് കൂടിയ ഒരു ചെറിയ സംരംഭമായിരുന്നു ഇത്. ഒരു സാധാരണ പള്ളിയോടനുബന്ധിച്ച് തുടങ്ങിയ ഈ ദർസ് കേവലം കിതാബുകൾ പഠിപ്പിക്കുന്ന കേന്ദ്രമായി ഒതുങ്ങിയില്ല, മറിച്ച് നാടിന്റെ ഹൃദയമിടിപ്പറിഞ്ഞ് പ്രാദേശിക ജനതയുടെ ആത്മീയതയും സാമൂഹികവുമായ ഉന്നമനം ലക്ഷ്യമാക്കി പ്രവർത്തിക്കുക എന്നതായിരുന്നു പ്രാരംഭ ലക്ഷ്യം. ആയിപ്പുഴയിലെ സ്നേഹസമ്പന്നരായ ജനങ്ങളാണ് ഈ ദർസ് ആദ്യമായി വളർത്തിയത്. അവിടെ 1 വർഷം നിലനിന്ന ആ വേരുകളാണ് ഇന്നത്തെ സ്ഥാപനത്തിന്റെ അടിത്തറ. ഖുർആൻ ക്ലാസ്, വനിതാ ക്ലാസ് തുടങ്ങിയ ജനകീയ ദർസായിട്ടാണ് തുടക്കമിട്ടത്. ആയിപ്പുഴയിലെ പൊതുജനങ്ങൾ അവരിലെ ആത്മീയോർജം തിരികൊളുത്തപ്പെട്ട കാലമായി ഇന്നും ഇതിനെ ഓർത്തെടുക്കുന്നുണ്ട്. കഷ്ടപ്പാടുകളുടെയും ത്യാഗത്തിന്റെയും കനൽ വഴികൾ താണ്ടി ദീനീ സേവനത്തിന്റെ ഉന്നതിയിലെത്തിയ വ്യക്തിത്വമാണ് മുഹമ്മദ് അഷ്റഫുൽ ഖാസിമി ഉസ്താദ്. ആയിഷ എന്ന സ്നേഹനിധിയായ ഉമ്മയുടെയും പിതാവ് ഷാദുലി എന്നവരുടെയും ഏക മകനായിരുന്നിട്ടും ആ മകനെ അള്ളാഹുവിന്റെ ദീനിനു വേണ്ടി സമർപ്പിക്കാൻ ആ ഉമ്മ കാണിച്ച മനക്കരുത്താണ് ഉസ്താദിന്റെ ജീവിതത്തിലെ വിജയത്തിന് അടിസ്ഥാനം. പശുവിനെ മേച്ചും മറ്റു കഠിനമായ ജോലികൾ ചെയ്തും കുടുംബം പോറ്റിയിരുന്ന ആ ഉമ്മ തന്റെ മകനെ ശൈഖുന PKP ഉസ്താദിന്റെ കരങ്ങളിലാണ് ഏൽപ്പിച്ചത്. മിസ്കിൻ സുഗന്ധം നിറഞ്ഞ കനി PKP ഉസ്താദവരാം തനി സ്വർഗീയദാരിൽ വിളങ്ങും മേനി മന്ദാരപ്പൂ മലർവനി മിസ്കിൻ സുഗന്ധം നിറഞ്ഞ കനി PKP ഉസ്താദവരാം തനി സ്വർഗീയദാരിൽ വിളങ്ങും മേനി അല്ലാഹു നമ്മിൽ കനിഞ്ഞതിദേ അവരൊത്ത് ജന്നത്തിൽ കൂടാൻ കൊതി
ഉദിമതി ത്വഹ വിലായുന്നതി ശൈഖുന തേടി ഇറത്തിനു സന്നിധി ശൈഖനായ ശൈഖന ശൈഖനായ ശൈഖന ശൈഖനായ ശൈഖന പി ഉസ്താദ് മുറബ്ബിയ. മകൻ അരികിലില്ലാത്തതിന്റെ വേദന കടിച്ചിറക്കുമ്പോഴും തന്റെ മകൻ അള്ളാഹുവിന്റെ ദീനിന്റെ വഴിയിലാണെന്ന ബോധ്യം ആ ഉമ്മയ്ക്ക് ശാന്തി നൽകി. ഷെയ്ഖുന എന്ന ജ്ഞാനസ്രോതസ്സിന്റെ കീഴിൽ ബീച്ചേരിയിൽ നിന്ന് വിദ്യ നുകർന്ന ഉസ്താദ് പിന്നീട് ഉത്തർപ്രദേശിലെ വിശ്വപ്രസിദ്ധമായ ദയൂബന്ദിൽ നിന്നും ഉപരിപഠനം പൂർത്തിയാക്കി. പഠനകാലത്തു തന്നെ വലിയ കിതാബിയായും മലയാള സാഹിത്യത്തിലും പ്രഭാഷണ കലയിലും പ്രഗത്ഭനായും ഉസ്താദ് അറിയപ്പെട്ടു. ഉപരിപഠനം പൂർത്തിയാക്കി ദർസ് രംഗത്തേക്ക് കടന്നു വന്ന ഉസ്താദ് ഷെയ്ഖുന PKP ഉസ്താദിന്റെ നിർദ്ദേശപ്രകാരമാണ് മുട്ടത്ത് പള്ളി ദർസ് ആരംഭിക്കുന്നത്. ആ ദർസിന്റെ ഉദ്ഘാടന വേദിയിൽ വെച്ച് ഷെയ്ഖുന പറഞ്ഞ വാക്കുകൾ ചരിത്രത്തിൽ ഇന്നും സുവർണാക്ഷരങ്ങളാൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു. അഷ്റഫിനെ പിടിച്ചവരൊന്നും പൊട്ടായി പോവുകയില്ല. ഷെയ്ഖുനയുടെ ആ വാക്കുകൾ ഉസ്താദിന്റെയും ആ ദർസിന്റെയും പിൽക്കാല വിജയങ്ങളുടെ വഴിത്തിരിവായി മാറി. മുട്ടത്ത് നിന്ന് ആരംഭിച്ച് നരിക്കോട്, തെക്കുംപാട് എന്നിവിടങ്ങളിലൂടെ സഞ്ചരിച്ച ആ ദർസ് പ്രയാണം ഇന്ന് ന്യൂനേരിയിൽ എത്തി നിൽക്കുന്നു. 100-ലധികം മുതാലിമീങ്ങളും 5ഓളം ബ്രാഞ്ചുകളുമായി ഒരു വലിയ വിജ്ഞാന സാമ്രാജ്യമായി അത് പന്തലിച്ചു. ഷെയ്ഖുന PKP ഉസ്താദ് വഫാത്തിനു മുമ്പ് പങ്കെടുത്ത അവസാന പരിപാടി അഷ്റഫുൽ ഖാസിമി ഉസ്താദിന് മാതൃകാ മുദരിസ് അവാർഡ് നൽകിയതായിരുന്നു എന്നത് ഇവർ തമ്മിലുള്ള ആത്മബന്ധത്തിന്റെ ആഴം വ്യക്തമാക്കുന്നു. ഇത് എന്റെ ദർസാണ്, ഇതിനെ ഞാൻ നോക്കിക്കൊള്ളും എന്ന് ഒരിക്കൽ ഷെയ്ഖുന ന്യൂനേരിയിലെ പൊതുവേദിയിൽ വെച്ച് പ്രഖ്യാപിച്ചത് ഉസ്താദിന്റെ പ്രവർത്തനങ്ങൾക്കുള്ള വലിയൊരു അംഗീകാരമായിരുന്നു. ജീവിതത്തിന്റെ ഓരോ ഘട്ടത്തിലും ഷെയ്ഖുനയുമായി അത്രമേൽ ആത്മീയ ബന്ധം പുലർത്തുന്ന ഉസ്താദ് ഇന്നും തന്റെ ചൈത്രയാത്ര തുടരുകയാണ്. മുട്ടം ദർസിന് വേരൂന്നിയ ദീർഘകാലം, മുട്ടം നൽകിയ തണൽ, ജനകീയ ദർസായി അടിവാരമിട്ട ആയപ്പുഴയിലെ പ്രാരംഭഘട്ടം പൂർത്തിയാക്കി 2003 ദർസ് മുട്ടം മഹലിലേക്ക് തൊലബയുടെ ഏറ്റവും നിർണായകമായ 6 വർഷക്കാലം നീണ്ടുനിന്ന താവളമായിരുന്നു മുട്ടം. ഈ ദീർഘകാലയളവിൽ ദർസ് സമ്പ്രദായം കേവലം ഒരു പരീക്ഷണം എന്നതിൽ നിന്ന് മാറി സാമൂഹിക അംഗീകാരമുള്ള ഒരു സ്ഥാപനമായി വേരുറപ്പിച്ചു. വിദ്യാർത്ഥികളുടെ എണ്ണം വർദ്ധിക്കുകയും പാഠ്യപദ്ധതിക്ക് വ്യക്തമായ രൂപരേഖ കൈവരുകയും ചെയ്തു. മുട്ടം മഹല്ല് ഈ ദർസിനെ സ്വന്തം മക്കളെപ്പോലെ പോറ്റി. അതിലൂടെയാണ് ഈ പ്രസ്ഥാനം കൂടുതൽ കരുത്താർജിച്ചത്. നരിക്കോട് മാറ്റത്തിനായുള്ള ഹ്രസ്വയാത്ര. നരിക്കോടിന്റെ കൈത്താങ്. മുട്ടത്തെ 6 വർഷങ്ങൾക്ക് ശേഷം 2009 ദർസ് അതിന്റെ പ്രയാണം തുടരുകയും നരിക്കോട് മഹലിൽ ഒരു വർഷക്കാലം തങ്ങുകയും ചെയ്തു. ദീർഘമായ പ്രയാണങ്ങൾക്കിടയിലെ ഒരു ഹ്രസ്വ വിശ്രമ കേന്ദ്രമായിരുന്നു നരിക്കോട്. സ്ഥാപനത്തിന് മാറ്റങ്ങളുമായി പൊരുത്തപ്പെടാനുള്ള കഴിവ് പരീക്ഷിക്കപ്പെട്ട ഈ കാലഘട്ടത്തിലും നരിക്കോട്ടെ വിശ്വാസികൾ ദർസിന് പിന്തുണ നൽകി. അടുത്ത വലിയ ഘട്ടത്തിലേക്കുള്ള ചുവടുവെപ്പായിരുന്നു ഈ ഹ്രസ്വകാലവാസം. തെക്കുംപാട് പാഠ്യപദ്ധതിയുടെ പരിഷ്കരണകാലം. തെക്കുംപാടിലെ നവോത്ഥാനം. 2010 മുതൽ 2016 വരെയുള്ള 6 വർഷക്കാലം ഈ ദർസ് തെക്കുംപാട് മഹലിലാണ് പ്രവർത്തിച്ചത്. മുട്ടത്തെപ്പോലെ തന്നെ 6 വർഷം നീണ്ടുനിന്ന ഈ കാലയളവ് സ്ഥാപനത്തിന്റെ പുനഃസൃഷ്ടിയുടെ ഘട്ടമായിരുന്നു. ഈ കാലയളവിലാണ് പരമ്പരാഗത ദർസ് രീതികളെ കാലഘട്ടത്തിനനുസരിച്ച് നവീകരിച്ചുകൊണ്ടുള്ള പാഠ്യപദ്ധതിക്ക് സ്ഥാപനം രൂപം നൽകിയത്. അറിവ് നേടുന്നതിലെ ഗുണമേന്മ വർദ്ധിപ്പിക്കുന്നതിനും വിദ്യാർത്ഥികളെ സമൂഹത്തിന് കൂടുതൽ ഉപകാരപ്രദമാക്കുന്നതിനും വേണ്ടിയുള്ള ശ്രദ്ധേയമായ മാറ്റങ്ങൾക്ക് തെക്കുംപാട് സാക്ഷ്യം വഹിച്ചു. ദർസ് സമ്പ്രദായത്തിൽ ഒരു വിപ്ലവം സൃഷ്ടിക്കാൻ സ്ഥാപനത്തെ സജ്ജമാക്കിയത് ഈ 6 വർഷങ്ങളാണ്. ന്യൂനേരി പാരമ്പര്യവും ആധുനികതയും സംഗമിച്ച വർത്തമാനകാലം. ന്യൂനേരിയിലെ സംയോജനം തെക്കുംപാടിന് ശേഷം 2016 മുതൽ ഷെയ്ഖ് മുഹമ്മദ് കുട്ടി തങ്ങളുടെയും അവരുടെ പിതാവായ അബ്ദുൽ ഖാദർ ഷെയ്ഖ് എന്നിവരുടെയും അവരുടെ പിതാമഹൻ കുഞ്ഞഹമ്മദ് ഷെയ്ഖ് അവറുകളുടെയും ആത്മീയ മണ്ണായ ന്യൂനേരിയിൽ ദർസ് അതിന്റെ സ്ഥിരമായ വേരുകളായെത്തി. ഈ കേന്ദ്രത്തിൽ നിന്നാണ് സ്ഥാപനം അതിന്റെ ലക്ഷ്യത്തിലേക്ക് പൂർണ്ണമായും പ്രവേശിച്ചത്. പരമ്പരാഗത ദർസി പഠനത്തിന്റെ ആഴവും ആധുനിക സൗകര്യങ്ങളുടെ വിശാലതയും സമന്വയിപ്പിച്ചുകൊണ്ടുള്ള പുതിയ അക്കാദമിക മാതൃക ഇവിടെ വികസിപ്പിച്ചു. ന്യൂനേരി ഈ ദർസിന്റെ പൂർണ്ണമായ ആവിഷ്കാരം കണ്ട മഹല്ലാണ്. ദർസ് ന്യൂനേരിയിൽ വരുമ്പോൾ 40 കുട്ടികൾ മാത്രമാണെങ്കിലും ഇന്നത് 100 കവിഞ്ഞിട്ടും മുതഅല്ലിമീങ്ങളെ സ്വന്തം മക്കളെ പോലെ കണ്ട് അവർക്ക് വേണ്ടി സൗകര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കുന്ന മുതവല്ലിമാരുടെയും 3 നേരവും അള്ളാഹുവിന്റെ പൊരുത്തത്തെ കാക്ഷിച്ച് ഭക്ഷണം നൽകുന്ന ഉമ്മമാരുടെയും നസീമമായ സഹകരണവും ഹിദായത്ത് തൊലബയുടെ മുന്നേറ്റത്തിന് മൂർച്ച കൂട്ടി. ഹിദായത്ത് തൊലബയുടെ ന്യൂനേരിയിലെ അടുത്ത ചുവടുവെപ്പായിരുന്നു ഹിറ. ഹിദായത്ത് തൊലബ ദർസിന്റെ ഒരു സമഗ്ര സംരംഭം
ഹിറ എന്നത് ഹിദായ ഇന്റഗ്രേറ്റഡ് റിസോഴ്സ് ഏരിയ എന്ന പൂർണ്ണ രൂപത്തിലാണ് അറിയപ്പെടുന്നത്. വിദ്യാഭ്യാസം, ആത്മീയത, സാങ്കേതിക വിദ്യ, കല, ഭാഷ എല്ലാം ഒരുമിച്ച് ചേരുന്ന ഒരു പഠന വികസന കേന്ദ്രം. ഹിറയുടെ ദർശനവും ലക്ഷ്യവും. ഹിറയുടെ അടിസ്ഥാന ദർശനം വളരെ വ്യക്തമാണ്. വിദ്യാർത്ഥികളെ വെറും പഠിതാക്കളായി മാത്രമല്ല, അറിവും സ്വഭാവവും കഴിവും ഒരുമിച്ച് വളർന്ന വ്യക്തികളായി രൂപപ്പെടുത്തുക. ഇസ്ലാമിക പാരമ്പര്യത്തിന്റെ അടിത്തറയിൽ നിന്ന് ഉയർന്നു ആധുനിക ലോകത്തിന്റെ ആവശ്യങ്ങൾ തിരിച്ചറിഞ്ഞ് സമൂഹത്തിന് വഴികാട്ടികളാകുന്ന തലമുറയെ സൃഷ്ടിക്കുക. അതാണ് ഹിറയുടെ ലക്ഷ്യം. വോക്കൽ ഹബ്ബ്. ഹിറയിലെ ആദ്യ പ്രധാന സംരംഭമാണ് വോക്കൽ ഹബ്ബ്. ഖിറാഅത്ത്, നഅത്ത്, ഇസ്ലാമിക ഗാനം, പ്രഭാഷണം, ശബ്ദങ്ങൾ ഇവയെല്ലാം പ്രൊഫഷണൽ രീതിയിൽ റെക്കോർഡ് ചെയ്യാൻ സജ്ജീകരിച്ച ഒരു ആധുനിക സ്റ്റുഡിയോ. വിദ്യാർത്ഥികളുടെ ശബ്ദ കഴിവുകൾ വളർത്താനും അവരുടെ കലാപരമായ പ്രകടനങ്ങളെ ലോകത്തേക്ക് എത്തിക്കാനും വോക്കൽ ഹബ്ബ് വലിയൊരു വാതിൽ തുറക്കുന്നു. ലൈബ്രറി. അറിവിന്റെ ഏറ്റവും ശാന്തമായ ഇടമാണ് ലൈബ്രറി. ഹിറയിലെ ലൈബ്രറി വിദ്യാർത്ഥികളുടെ വായനാശീലത്തെ പരിപോഷിപ്പിക്കാൻ രൂപകൽപ്പന ചെയ്തതാണ്. ബുക്ക് റെഫറൻസ്. അക്കാദമിക് ഗ്രന്ഥങ്ങൾ, പൊതുവായനക്കുള്ള പുസ്തകങ്ങൾ എല്ലാം ഒരുമിച്ച് ലഭിക്കുന്ന ഒരു അറിവ് കേന്ദ്രം. വായനയിലൂടെ ചിന്ത വളരുന്നു, ചിന്തയിലൂടെ സമൂഹം വളരുന്നു. അതാണ് ഈ ലൈബ്രറിയുടെ ആത്മാവ്. ഖുതുബ്ഖാന. ഇസ്ലാമിക വിജ്ഞാനത്തിന്റെ ഹൃദയഭാഗമാണ് ഖുതുബ്ഖാന. ഖുർആൻ വ്യാഖ്യാനങ്ങൾ, ഹദീസ് ഗ്രന്ഥങ്ങൾ, ഫിഖ്, തഫ്സീർ, ചരിത്രം, ഗഹനമായ കിതാബ് റഫറൻസുകൾ ഇവിടെ ലഭ്യമാണ്. ദർസ് പഠനത്തിനും ഉന്നത ഗവേഷണത്തിനും വിദ്യാർത്ഥികൾക്ക് ആശ്രയിക്കാവുന്ന ഒരു അമൂല്യ ശേഖരം. കമ്പ്യൂട്ടർ ലാബ്. 24 കമ്പ്യൂട്ടറുകൾ അടങ്ങുന്ന ഒരു ആധുനിക പഠന കേന്ദ്രമാണ്. ഇവിടെ വിദ്യാർത്ഥികൾക്ക് ഡിപ്ലോമയും ബിരുദവും നേടാൻ സഹായിക്കുന്ന പഠന സൗകര്യങ്ങളുണ്ട്. സാങ്കേതിക വിദ്യയിൽ പ്രാവീണ്യം നേടുക, ഡിജിറ്റൽ ലോകത്ത് ആത്മവിശ്വാസത്തോടെ നിൽക്കുക, ഇതെല്ലാം ഈ ലാബിലൂടെ സാധ്യമാക്കുന്നു. കോൺഫറൻസ് ഹാൾ. അറിവ് പങ്കുവെക്കപ്പെടുന്ന വേദിയാണ് കോൺഫറൻസ് ഹാൾ. സെമിനാറുകൾ, വർക്ക്ഷോപ്പുകൾ, ചർച്ചകൾ, പ്രഭാഷണങ്ങൾ എല്ലാം ഇവിടെ സംഘടിപ്പിക്കപ്പെടുന്നു. വിദ്യാർത്ഥികൾക്ക് വേദിയിൽ സംസാരിക്കാനും സംവാദങ്ങളിൽ പങ്കാളികളാകാനും ഈ ഹാൾ ഒരു പരിശീലന വേദിയാണ്. ഇതിനുള്ളിലായി സിലാഹ്, പൊതുജനങ്ങളുടെ ആത്മീയ പുരോഗതിക്കും മതവിജ്ഞാന വ്യാപനവും ലക്ഷ്യമാക്കി ഹിദായത്ത് ത്വലബ ദർസ് സമാജം രൂപീകരിച്ച സവിശേഷമായ പഠന പദ്ധതിയാണ് സിലാഹ്. സോഷ്യൽ ഇസ്ലാമിക് അവയർനെസ് ഹബ് സിലാഹ് എന്നാണ് അതിന്റെ പൂർണ്ണരൂപം. ബഹുമാനപ്പെട്ട ഉസ്താദ് മുഹമ്മദ് അഷ്റഫ് അൽ ഖാസിമിയുടെ മേൽനോട്ടത്തിലാണ് ഈ സംരംഭം പ്രവർത്തിക്കുന്നത്. തഫ്സീർ, ഹദീസ്, പ്രവാചക ചരിത്രം, ഫിഖ്, അഖീദ, തസവ്വുഫ്, തജ്വീദ് തുടങ്ങിയ വിജ്ഞാന ശാഖകളെ ആധികാരിക ഗ്രന്ഥങ്ങളുടെ അടിസ്ഥാനത്തിൽ കോർത്തിണക്കിയാണ് സിലാഹിന്റെ പാഠ്യപദ്ധതി തയ്യാറാക്കിയിട്ടുള്ളത്. സ്ത്രീകൾക്കായി ആഴ്ചയിൽ 4 ദിവസം ഓൺലൈനായും ഓഫ്ലൈനായും നടത്തുന്ന തർബിയ ക്ലാസുകൾ, പുരുഷന്മാർക്കായി എല്ലാ ചൊവ്വാഴ്ചകളിലും സംഘടിപ്പിക്കുന്ന ഹിദായ ക്ലാസുകൾ, സ്കൂൾ അവധിക്കാലത്ത് വിദ്യാർത്ഥികൾക്കായി നടത്തുന്ന പ്രാക്ടിക്കൽ ക്ലാസുകൾ ഉൾപ്പെടെയുള്ള പഠന പദ്ധതിയാണ് സിലാഹ്. നാട്ടുകാരായ പുരുഷന്മാർക്ക് നടത്തുന്ന പ്രത്യേക പഠന സംരംഭമാണ് ഹിദായ ക്ലാസ്. ഇസ്ലാമിക അടിസ്ഥാന വിജ്ഞാനം, ആചാരങ്ങൾ, ജീവിത മാർഗനിർദ്ദേശങ്ങൾ സാമൂഹിക ഉത്തരവാദിത്വത്തോടെ പഠിപ്പിക്കുന്ന ക്ലാസുകൾ. സ്ത്രീകളുടെ വിദ്യാഭ്യാസത്തിനായി ഹിറ ആരംഭിച്ച പ്രധാന സംരംഭമാണ് തർബിയ. സർട്ടിഫൈഡ് കോഴ്സുകളിലൂടെ ആത്മീയവും സാമൂഹികവുമായ പരിശീലനം നൽകുന്നു. ഒരു കുടുംബത്തിന്റെ അടിത്തറയായ സ്ത്രീ സമൂഹത്തിന്റെ ദിശ നിർണ്ണയിക്കുന്നു. ഈ ബോധ്യത്തിലാണ് തർബിയ പ്രവർത്തിക്കുന്നത്. പഠനം പൂർത്തിയാകുമ്പോൾ ഉസ്താദിന്റെ കീഴിലായി മുതറബിയ എന്ന ബിരുദവും നൽകപ്പെടുന്നു. ഇതിന് കീഴിലായി സ്ത്രീകൾക്ക് തജ്വീദ് ക്ലാസ് നടന്നുവരുന്നു. വേനൽ അവധിക്കൊരവധി എന്ന ശീർഷകത്തിൽ സ്കൂൾ അവധിക്കാലത്ത് വിദ്യാർത്ഥികൾക്കായി ഒരുക്കുന്ന മാതൃകാപരമായ വെക്കേഷൻ ക്ലാസുകൾ. ഡിജിറ്റൽ ഡിസ്പ്ലേ സ്റ്റാൻഡ്. ഹിറയിലെ ഏറ്റവും ആധുനിക സംവിധാനങ്ങളിൽ ഒന്നാണ് ഡിജിറ്റൽ ഡിസ്പ്ലേ സ്റ്റാൻഡ്. ഇംഗ്ലീഷ്, അറബിക്, ഉറുദു ഭാഷകളിൽ കണ്ടും കേട്ടും പഠിക്കാനുള്ള സൗകര്യം. വിഷ്വൽ ലേണിംഗിലൂടെ പഠനം കൂടുതൽ ആകർഷകവും ഫലപ്രദവുമാകുന്നു. വിഷ്വൽ ക്ലാസ്. പ്രവാചക ചരിത്രവും സ്വഹാബികളുടെ ജീവിതവും ദൃശ്യരൂപത്തിൽ അവതരിപ്പിക്കുന്നതാണ് വിഷ്വൽ ക്ലാസ്. കഥകളായി, ദൃശ്യങ്ങളായി, അവതരണങ്ങളായി, ഗാനങ്ങളായി ചരിത്രം വിദ്യാർത്ഥികളുടെ മനസ്സിൽ ജീവനോടെ എത്തുന്നു. സമാജം. വിദ്യാർത്ഥികളുടെ പ്രസംഗം, ഗാനം, കലാപ്രകടനം എന്നിവ പുഷ്ടിപ്പെടുത്തുന്ന വേദിയാണ് സമാജം. അവരുടെ ആത്മവിശ്വാസവും നേതൃത്വശേഷിയും ഇവിടെയാണ് രൂപപ്പെടുന്നത്. മാസത്തിലൊരിക്കൽ കുട്ടികളുടെ കലാവാസനകൾ രക്ഷിതാക്കൾക്ക് മനസ്സിലാക്കാനായി ലൈവ് സമാജങ്ങൾ നടത്തപ്പെടും. സ്പോക്കൺ ഇംഗ്ലീഷ് ആൻഡ് അറബിക്. ആഗോളതലത്തിൽ ഭാഷകൾ വലിയ ആയുധങ്ങളാണ്. ഹിറയിൽ സ്പോക്കൺ ഇംഗ്ലീഷും സ്പോക്കൺ അറബിക്കും പ്രായോഗിക രീതിയിൽ പഠിപ്പിക്കുന്നു. വിദ്യാർത്ഥികളെ ആത്മവിശ്വാസത്തോടെ സംസാരിക്കാൻ തയ്യാറാക്കുകയാണ് ലക്ഷ്യം. ഭൗതിക പഠനം. മതപഠനത്തിന്റെ ചട്ടക്കൂടിൽ നിന്നുകൊണ്ട് തന്നെ ആധുനിക ലോകത്തിനുതകുന്ന വിദ്യാഭ്യാസ രീതിയാണ് ഹിദായത്ത് ത്വലബ ദർസ് മുന്നോട്ട് വെക്കുന്നത്. മദ്ഹുൻ നബി. ഹിറ ഗുഹയുടെ അകത്തളങ്ങൾ നബി സാന്നിധ്യത്താൽ പ്രകാശിതമായത് ഓർത്ത് ഹിറ ഹാളിൽ നബി കീർത്തന മജ്‌ലിസുകൾ. ഹിറ ഒരു കെട്ടിടമല്ല, ഹിറ ഒരു ആശയമാണ്. അറിവിനും മൂല്യങ്ങൾക്കും ഭാവിക്കും വേണ്ടി നിർമ്മിച്ചൊരു ദൗത്യം.
ഹിദായ ഇന്റഗ്രേറ്റഡ് റിസോഴ്സ് ഏരിയ. നാളെ സമൂഹത്തെ നയിക്കുന്ന ഒരു തലമുറയുടെ നിശബ്ദമായ നിർമ്മാണ കേന്ദ്രം. അറിവ് എന്നത് വെറും വിവരങ്ങളുടെ സമാഹാരമല്ല. അത് അന്വേഷണമാകുമ്പോൾ, ചോദ്യങ്ങളാകുമ്പോൾ, ചിന്തകളാകുമ്പോൾ അവിടെയാണ് യഥാർത്ഥ ബൗദ്ധിക വളർച്ച ആരംഭിക്കുന്നത്. ഇന്നത്തെ കാലത്ത് മതപരവും സാമൂഹികവുമായ വിഷയങ്ങൾ ആഴത്തിൽ പഠിക്കപ്പെടേണ്ടതുണ്ട്. അതിനാവശ്യമാണ് ശുദ്ധമായ സ്രോതസ്സുകൾ, ചർച്ചാ സംസ്കാരം, സാങ്കേതിക സഹായം. അത്തരം ഒരാവശ്യത്തിന് ഉത്തരം പറയുകയാണ് റിസർച്ച് സെന്റർ. റിസർച്ച് സെന്ററിന്റെ ദർശനം. റിസർച്ച് സെന്റർ എന്നത് പഠനത്തിലുള്ളൊരു മുറിയല്ല, അത് ചിന്തകൾ രൂപപ്പെടുന്ന ഒരു ഇടമാണ്. ഇസ്ലാമിക വിജ്ഞാനം, മതബൗദ്ധിക വിഷയങ്ങൾ, സമകാലിക ചോദ്യങ്ങൾ ഇവയെല്ലാം ഗവേഷണാത്മകമായി സമീപിക്കാനാണ് ഈ സംരംഭം രൂപീകരിച്ചിരിക്കുന്നത്. അന്ധവിശ്വാസമല്ല, അന്ധവിമർശനമല്ല, ബോധപൂർവമായ പഠനം, അതാണ് റിസർച്ച് സെന്ററിന്റെ അടിസ്ഥാനം. റിസർച്ച് സെന്ററിന്റെ സാമൂഹിക പ്രസക്തി. ഇന്നത്തെ സമൂഹം പല ചോദ്യങ്ങളും നേരിടുന്നുണ്ട്. മതം, ശാസ്ത്രം, ആധുനികത, വിശ്വാസം, സംസ്കാരം എല്ലാം തമ്മിൽ ഏറ്റുമുട്ടുന്ന കാലം. അത്തരം സാഹചര്യത്തിൽ റിസർച്ച് സെന്റർ ഒരു ഭൗതിക ദിശാസൂചികയാണ്. ചിന്തിക്കാൻ പഠിപ്പിക്കുന്ന, ചോദ്യങ്ങൾക്ക് ഉത്തരം അന്വേഷിപ്പിക്കുന്ന, മറ്റുള്ളവരുടെ അഭിപ്രായം മാനിക്കാനായി പഠിപ്പിക്കുന്ന ഒരു പഠന കേന്ദ്രം. ടേബിൾ ടോക്ക്. റിസർച്ച് സെന്ററിന്റെ ഏറ്റവും വ്യത്യസ്തവും ശക്തവുമായ സംരംഭമാണ് ടേബിൾ ടോക്ക്. ഇവിടെ മതപരവും ഭൗതികവുമായ വിഷയങ്ങൾ തുറന്ന മനസ്സോടെ ചർച്ച ചെയ്യപ്പെടുന്നു. ഒരാൾ സംസാരിക്കും, മറ്റൊരാൾ കേൾക്കും, എല്ലാവരും ചിന്തിക്കും. വാദമല്ല, വിവാദമല്ല, വിവേകപൂർവമായ സംവാദം. അതാണ് ടേബിൾ ടോക്കിന്റെ ആത്മാവ്. സഫർ സിയാറ. അറിവിനൊപ്പം ആത്മീയതയിലൂടെ അള്ളാഹുവിന്റെ കുതിരത്തുകൾ തേടിയുള്ള യാത്രകൾ. ഹിമായത്ത് ത്വലബ, പൂർവ്വ വിദ്യാർത്ഥി സംഘടന. നമ്മുടെ ദർസിന്റെ വിശുദ്ധമായ മണ്ണിൽ വിജ്ഞാനത്തിന്റെ വിത്തുപാകി ആത്മീയതയുടെ തണലിൽ വളർന്നു പന്തലിച്ച വിജ്ഞാനദാഹികളുടെ പടയണിയാണ് ഹിമായത്ത് ത്വലബ. ഇത് കേവലം ഒരു പൂർവ്വ വിദ്യാർത്ഥി സംഘടനയല്ല, മറിച്ച് ഗുരുമുഖത്ത് നിന്ന് പകർന്നു കിട്ടിയ പ്രകാശത്തെ ലോകത്തിന്റെ ഇരുളകറ്റാൻ ഉപയോഗിക്കുന്ന ജ്ഞാനദീപങ്ങളുടെ മഹാസംഗമമാണ്. വിനയത്തിന്റെ പുടവയെടുത്ത് അറിവിന്റെ ആഴങ്ങൾ തേടിപ്പോയ ആ മുതല്ലിമീങ്ങൾ ഇന്ന് കർമ്മപഥത്തിലെ കരുത്തുറ്റ സാന്നിധ്യങ്ങളാണ്. അവർ ഒരേ ആദർശത്തിന്റെ തണലിൽ ഒരേ ലക്ഷ്യത്തിലേക്ക് കൈകോർത്തു നിൽക്കുമ്പോൾ അത് നന്മയുടെ ഒരു മഹാപ്രവാഹമായി മാറുന്നു. ദർസ് നൽകിയ പാഠങ്ങൾ ജീവിതത്തിന്റെ ഓരോ ചുവടിലും വഴികാട്ടിയാക്കി മാറ്റുന്ന ഈ പ്രതിഭകൾ നമ്മുടെ സ്ഥാപനത്തിന്റെ യശസ് വാനോളം ഉയർത്തുന്ന അഭിമാന താരങ്ങളാണ്. അറിവിന്റെ കാവലാളുകളായി, സേവനത്തിന്റെ വക്താക്കളായി, സ്നേഹത്തിന്റെ വിളംബരമായി ഹിമായത്ത് ത്വലബ ജ്വലിച്ചു നിൽക്കുന്നു. കേരളത്തിലെ ദീനീ വിദ്യാഭ്യാസ രംഗത്ത് ആഴമേറിയ ചരിത്രവും പാരമ്പര്യവും കൈവശമുള്ള മഹത്തായ പ്രസ്ഥാനമാണ് ഹിദായത്ത് ത്വലബ ദർസ്. ഈ ദർസിന്റെ കീഴിൽ ദർസിന്റെ പൂർവ്വ വിദ്യാർത്ഥി സംഘടനയായ ഹിമായത്ത് ത്വലബയുടെ മേൽനോട്ടത്തിലായി പ്രവർത്തിക്കുന്ന ശ്രദ്ധേയമായ വിദ്യാഭ്യാസ സ്ഥാപനമാണ് ഹിദായത്ത് ത്വലബ മാലിക് ദീനാർ അക്കാദമി, ശ്രീകണ്ഠപുരം. ഇസ്ലാമിക പൈതൃകത്തിന് പ്രവാചക കാലഘട്ടം മുതൽക്കേ പേരുകേട്ട പ്രദേശമാണ് ശ്രീകണ്ഠപുരം. കേരളത്തിലെ ഇസ്ലാമിക പ്രബോധന ചരിത്രത്തിൽ തങ്കലിപികളാൽ എഴുതപ്പെട്ട ഒന്നാണ് കണ്ണൂർ ജില്ലയിലെ ശ്രീകണ്ഠപുരം പഴയങ്ങാടി മാലിക് ദീനാർ ജുമാ മസ്ജിദ്. പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടത്തിൽ തന്നെ അറേബ്യയിൽ നിന്നും കേരള തീരത്തെത്തിയ മാലിക് ദീനാറും സംഘവും നിർമ്മിച്ച പള്ളികളിലൊന്നായി ഇത് അറിയപ്പെടുന്നു. ഹിജ്റ വർഷം 8 ഈ പള്ളിയുടെ നിർമ്മാണം നടന്നതെന്ന് കരുതപ്പെടുന്നു. പഴയകാലത്ത് ജർഫത്തൻ എന്നറിയപ്പെട്ടിരുന്ന ഈ പ്രദേശത്ത് പുഴമാർഗമാണ് മാലിക് ദീനാറും സംഘവും എത്തിയത്. ലോകസഞ്ചാരിയായ ഇബ്നു ബത്തൂത്തയുടെ യാത്രാവിവരണങ്ങളിലും ഈ പ്രദേശത്തെക്കുറിച്ച് പരാമർശമുണ്ട്. പള്ളിയുടെ ശിലാസ്ഥാപനത്തിനായി മക്കയിൽ നിന്നും കൊണ്ടുവന്ന വെണ്ണക്കല്ല് ഇന്നും ഈ പള്ളിയിൽ സംരക്ഷിക്കപ്പെടുന്നുവെന്നത് ചരിത്രപരമായ വലിയൊരു തെളിവാണ്. കൂടാതെ സ്വഹാബികൾ പ്രസംഗത്തിനായി ഉപയോഗിച്ചിരുന്ന പുരാതനമായ മെമ്പറും വാളും ഇവിടെ സൂക്ഷിച്ചിട്ടുണ്ട്. ഈ പള്ളി അങ്കണത്തിലും പരിസരത്തുമായി പ്രവാചക ശിഷ്യന്മാരും അനുഗാമികളുമായ നിരവധി മഹത്തുക്കൾ അന്ത്യവിശ്രമം കൊള്ളുന്നു. അവരിൽ പ്രധാനികൾ സൈനുദ്ദീൻ ഉമർ ബിൻ മുഹമ്മദ് ബിൻ മാലിക് ദീനാർ റളിയല്ലാഹു അൻഹു. പഴയങ്ങാടിയിലെ ആദ്യ ഖാദിയായിരുന്നു ഇദ്ദേഹം. മാലിക് ദീനാറിന്റെ പൗത്രനായാണ് ഇദ്ദേഹം അറിയപ്പെടുന്നത്. പഴയങ്ങാടിക്ക് കിഴക്ക് ശ്രീകണ്ഠപുരം പയ്യാവൂർ റോഡിന്റെ വലതുഭാഗത്തെ മക്ബറയിലാണ് ഇദ്ദേഹം അന്ത്യവിശ്രമം കൊള്ളുന്നത്. അബ്ദുല്ലാഹിബിന് മാലിക് ബിൻ അലി റളിയല്ലാഹു അൻഹു. ജുമാ മസ്ജിദിന്റെ തൊട്ടു മുൻഭാഗത്തായി ഇദ്ദേഹത്തിന്റെ മക്ബറ സ്ഥിതി ചെയ്യുന്നു. സ്വഹാബി വര്യന്മാർ അദീബിന് ഹാത്തിം റളിയല്ലാഹു അൻഹു, ഉമറുൽ മുഖ്താർ റളിയല്ലാഹു അൻഹു എന്നീ പ്രമുഖ സ്വഹാബികളും ഇവിടെ അന്ത്യവിശ്രമം കൊള്ളുന്നവരിൽ ഉൾപ്പെടുന്നു. ഈസാ റളിയല്ലാഹു അൻഹു മക്കാം മസ്ജിദിന്റെ കിഴക്ക് ഭാഗത്തായാണ് ഇദ്ദേഹത്തിന്റെ മക്ബറ സ്ഥിതി ചെയ്യുന്നത്. ആ മസ്ജിദിനോട് ചേർന്നുള്ള പ്രകൃതിയുടെ ശാന്തതയും സൗന്ദര്യവും നിറഞ്ഞ പ്രകൃതി രമണീയമായ സ്ഥലത്താണ് ഈ അക്കാദമി സ്ഥിതി ചെയ്യുന്നത്. ശ്രീകണ്ഠപുരം പ്രദേശവാസികളും മഹല്ല് കമ്മിറ്റിയും സ്ഥാപന സഹായികളും നൽകുന്ന തണലാണ് അക്കാദമിയുടെ ഏറ്റവും വലിയ മുതൽക്കൂട്ട്. പഠനത്തിനും ആത്മീയ വളർച്ചയ്ക്കും ഏറ്റവും അനുയോജ്യമായ അന്തരീക്ഷമാണ് ഇവിടെ നിലനിൽക്കുന്നത്.
ദീനി വിജ്ഞാനത്തോടൊപ്പം ആധുനിക അറിവും ഒരുമിച്ച് വിദ്യാർത്ഥികൾക്ക് നൽകുക എന്നതാണ് ഈ അക്കാദമിയുടെ മുഖ്യ ലക്ഷ്യം. വിദ്യാഭ്യാസം പുസ്തകങ്ങളിൽ മാത്രം ഒതുങ്ങാതെ ജീവിതത്തോടൊപ്പം ചേർത്ത് പഠിപ്പിക്കുന്ന രീതിയാണ് ഇവിടെ പിന്തുടരുന്നത്. കമ്പ്യൂട്ടർ ലാബ് ഇന്നത്തെ ഡിജിറ്റൽ ലോകത്തിന്റെ ആവശ്യകത തിരിച്ചറിഞ്ഞുകൊണ്ട് വിദ്യാർത്ഥികൾക്കായി ആധുനിക കമ്പ്യൂട്ടർ ലാബ് അക്കാദമിയിൽ പ്രവർത്തിക്കുന്നു. വിദ്യാർത്ഥികൾക്ക് IT മേഖലയിൽ അടിസ്ഥാനവും പ്രായോഗികവുമായ അറിവുകൾ നേടാൻ ഇത് സഹായിക്കുന്നു. വിജ്ഞാനത്തിന്റെ സമ്പത്തായ വിശാലമായ ലൈബ്രറി അക്കാദമിയുടെ പ്രധാന ശക്തികളിലൊന്നാണ്. ഇസ്ലാമിക ഗ്രന്ഥങ്ങൾക്കും റഫറൻസ് പുസ്തകങ്ങൾക്കും പുറമെ പഠനത്തിനാവശ്യമായ നിരവധി ഗ്രന്ഥങ്ങളും ഇവിടെ ലഭ്യമാണ്. സെമിനാറുകൾ, ദർസുകൾ, അക്കാഡമിക് പരിപാടികൾ, ചർച്ചകൾ എന്നിവയ്ക്കായി സൗകര്യപ്രദമായ കോൺഫറൻസ് ഹാൾ അക്കാദമിയിൽ സജ്ജമാണ്. ഈ അക്കാദമിയുടെ ഏറ്റവും പ്രത്യേകമായ സവിശേഷതകളിൽ ഒന്നാണ് വിദ്യാർത്ഥികൾ തന്നെ തയ്യാറാക്കിയ ഇസ്തിറാഹ് ഗാർഡൻ. വിദ്യാർത്ഥികളുടെ കൈകളിലൂടെ രൂപം കൊണ്ട ഈ തോട്ടം വിശ്രമത്തിന്റെയും ആത്മസംയമനത്തിന്റെയും പ്രകൃതിയോടുള്ള ബന്ധത്തിന്റെയും പ്രതീകമാണ്. പഠനത്തിന്റെ തിരക്കുകൾക്കിടയിൽ മനസ്സിന് ശാന്തി നൽകുന്ന ഒരിടമായി ഇസ്തിറാഹ് ഗാർഡൻ മാറിയിരിക്കുന്നു. ഇത് വിദ്യാർത്ഥികളിൽ ഉത്തരവാദിത്ത ബോധവും സൗന്ദര്യബോധവും സഹകരണ മനോഭാവവും വളർത്തുന്നു. ദീനീ വിദ്യാഭ്യാസം, ആധുനിക സൗകര്യങ്ങൾ, വിദ്യാർത്ഥികളുടെ സർവ്വതോന്മുഖ വളർച്ച ഇവയെല്ലാം ഒരുമിച്ച് ചേർന്ന ഒരു മാതൃകാ വിദ്യാഭ്യാസ കേന്ദ്രമാണ് ഹിദായത്ത് ത്വലബ മാലിക് ദീനാർ അക്കാദമി ശ്രീകണ്ഠപുരം. ഇവിടെ നിന്ന് രൂപപ്പെടുന്ന ഓരോ വിദ്യാർത്ഥിയും സമൂഹത്തിന് വെളിച്ചമാകട്ടെ എന്ന മഹത്തായ ലക്ഷ്യത്തോടെയാണ് ഈ അക്കാദമി മുന്നോട്ടു പോകുന്നത്. ഈ ഓരോ മണ്ണും നൽകിയ സ്നേഹവും പിന്തുണയുമാണ് ഹിദായത്ത് ത്വലബ ദർസിനെ ഇന്നത്തെ നിലയിലെത്തിച്ചത്. ബഹുവന്യ ഉസ്താദിന്റെ അംഗീകാരങ്ങൾ. 2018 പട്ടിക്കാട് ജാമിയ നൂരിയയിൽ വെച്ച് നടന്ന സമ്മേളനത്തിൽ SYS മക്ക കമ്മിറ്റി നൽകിയ കേരളത്തിലെ മികച്ച മുദരിസുമാർക്കും ദർസുകൾക്കുമുള്ള അവാർഡ്, 2021 SYS കണ്ണൂർ ജില്ല ഏർപ്പെടുത്തിയ മർഹൂം കൊയ്യാട് മൊഹീദ്ദീൻ കുട്ടി മുസ്ലിയാർ സ്മാരക മാതൃകാ മുദരിസിനുള്ള പ്രഥമ അവാർഡ് ലഭിച്ചു. CLC കമ്മ്യൂണിറ്റി ലേണിംഗ് സെന്റർ ആധുനിക സമൂഹത്തിന് അറിവിന്റെ പുതിയ വാതായനങ്ങൾ തുറന്നു കൊടുക്കുന്ന നിത്യവിജ്ഞാന കേന്ദ്രമാണ് CLC. ഇസ്ലാമിന്റെ ദൈനംദിന ജീവിത വീക്ഷണങ്ങൾ നവയുഗ വിശ്വാസികൾ എളുപ്പത്തിൽ മനസ്സിലാക്കുന്ന രീതിയിൽ വിദ്യാർത്ഥികൾ തന്നെ ഗവേഷണം നടത്തി തയ്യാറാക്കിയ വൈവിധ്യമാർന്ന വിഷയങ്ങളാണ് ഈ സംരംഭത്തിന്റെ സവിശേഷത. ആധുനിക ദൃശ്യശ്രാവ്യ മാധ്യമങ്ങളുടെ സഹായത്തോടുകൂടി വിജ്ഞാന്വേഷികൾക്ക് അറിവിന്റെ മേഖലകൾ പരിചയപ്പെടുത്തുന്ന സംവിധാനങ്ങളും മക്കയും മദീനയും ഉൾപ്പെടെയുള്ള വിശുദ്ധ നഗരങ്ങളെ ചരിത്രപരമായി തന്നെ അടയാളപ്പെടുത്തുന്ന അടക്കമുള്ള വിവിധങ്ങളായ ഒട്ടനേകം ത്രിമാന രൂപങ്ങളും വ്യത്യസ്തമായ ഒരു വിജ്ഞാനാനുഭവം പകർന്നു നൽകുമെന്നതിൽ സംശയമില്ല. ആധികാരികമായ അറിവിന് ഏറെ പ്രാധാന്യവും ആവശ്യവുമേറുന്ന ഈ AI കാലഘട്ടത്തിൽ ഏതു സമയത്തും അറിവാന്വേഷകർക്ക് ആശ്രയിക്കാവുന്ന ഒരു സാമൂഹിക പഠന കേന്ദ്രത്തിന്റെ രൂപത്തിലാണ് ഇത് ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. ബഹുമാനപ്പെട്ട ഉസ്താദിന്റെ നേതൃത്വത്തിൽ ഹിദായത്ത് ത്വലബ ദർസ് വിദ്യാർത്ഥികൾ തന്നെയാണ് ഈ സംരംഭം രൂപകൽപ്പന ചെയ്തതും ഉൾപ്പെടുത്തപ്പെട്ട വിഷയങ്ങൾക്കും സംവിധാനങ്ങൾക്കും പിന്നിൽ പ്രവർത്തിച്ചതും. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികളുടെ സർഗശേഷിയും പുരോഗതിയും അടയാളപ്പെടുത്താനും അവരെ വിവിധ മേഖലകളിൽ വളർത്താനുമുള്ള ഒരു മികച്ച വേദി കൂടിയായി ഇത് മാറുകയും ചെയ്യുന്നു. ഹിദായത്ത് ത്വലബ ദർസിനെ സ്നേഹിക്കുന്ന, ദർസിന്റെ നേട്ടങ്ങളും പുരോഗതിയും ഏറെ പ്രതീക്ഷയോടുകൂടി നോക്കിക്കാണുന്ന ഏവർക്കും അഭിമാനിക്കാവുന്നതാണ് ഈ മഹൽ സംരംഭം എന്ന് നിസ്സംശയം നമുക്ക് പറയാം. CLC തുടങ്ങിത്തീരുകയല്ല, നിരന്തരമായ പ്രയാണത്തിന്റെ നൗകയാണ്. ഇപ്പോൾ കണ്ട ദൃശ്യങ്ങളും വിഭവങ്ങളും അനുഭവങ്ങളും ദ്വിവർഷങ്ങളായി വിദ്യാർത്ഥികളുടെ കരങ്ങളാൽ ആവർത്തിക്കപ്പെട്ടുകൊണ്ടേയിരിക്കും. ഈ ജൈത്രയാത്ര പാരമ്പര്യ തനിമകളെ നിലനിർത്തി മാറ്റങ്ങളെ സ്വീകരിച്ച് ചിന്താമണ്ഡലങ്ങളെ ഉണർത്തി തലമുറകളിലായി കാലോചിതമായി തുടർന്നുകൊണ്ടേയിരിക്കും. നിങ്ങളും ഞങ്ങൾക്ക് ബലം നൽകുക. സഹകരണത്തിന് നന്ദി. നമ്മുടെ ഈ ഡോക്യുമെന്ററി നിങ്ങളെല്ലാവരും കണ്ടു കാണുമല്ലോ. അറിവിന്റെ വിവിധ മേഖലകളെ പരിചയപ്പെടുത്തുന്ന ഈ ദൃശ്യാവിഷ്കാരം നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. വൈവിധ്യമാർന്ന വിജ്ഞാനശാഖകളെ ഉൾപ്പെടുത്തിക്കൊണ്ട് നാം തുടക്കം കുറിച്ച ഈ CLC എന്ന പദ്ധതിക്ക് നിങ്ങളുടെ ഏവരുടെയും തുടർ സഹകരണവും പിന്തുണയും ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ്. ഈ സംരംഭം ഭംഗിയായി പൂർത്തിയാക്കാൻ വേണ്ടി ഞങ്ങളെ സഹായിച്ച ഏവരെയും ഈ നിമിഷം നന്ദിയോടെ ഓർത്തുകൊണ്ട് എല്ലാം അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ എന്ന പ്രാർത്ഥനയോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. യാ റസൂലല്ലാഹ്, ഒന്ന് കണ്ടോട്ടെ അനുവാദം തരുമോ? എൻ്റെ ഹൃദയത്തിൻ ഇരുളങ്ങ് മാറാൻ ഒന്ന് വിളിച്ചോട്ടെ അനുകമ്പ വരുമോ? ഇനിയും കരിയാത്ത പാപങ്ങൾ തീരാൻ ഒന്ന് കണ്ടോട്ടെ അനുവാദം
ഒന്ന് തൊട്ടോട്ടെ ഈ നല്ല മണ്ണിൽ തട്ടി മാറ്റിയിടുമോ സ്നേഹമുല്ലേ? ഒന്ന് തൊട്ടോട്ടെ ഈ നല്ല മണ്ണിൽ തട്ടി മാറ്റിയിടുമോ സ്നേഹമുല്ലേ? തൗബ ചെയ്തോട്ടെ ഈ കാലിൻ ചോട്ടിൽ തൂബാലക്കയെന്ന് ചൊല്ലാമോ മെല്ലെ? അനുവാദം തരുമോ എന്റെ ഹൃദയത്തിൻ ഇരുളങ്ങ് മാറാൻ? ഒന്ന് വിളിച്ചോട്ടെ അനുകമ്പ വരുമോ? ഇനിയും കഴിയാത്ത പാപങ്ങൾ മുത്തം കൊടുത്തോട്ടെ ഈ മുറ്റം നിറയെ, മുത്തം കൊടുത്തോട്ടെ ഈ മുറ്റം നിറയെ, മുത്തേ കെടുത്താത്ത നൂറന്നിൽ തരുമോ? മുത്തം നടന്നോട്ടെ, മുത്തം നടന്നോട്ടെ നബി പോയ വഴിയേ, മുത്തേ മടങ്ങുമ്പോൾ ഒരു കൈ തരാമോ? ഒന്ന് കുടിച്ചോട്ടെ സംസം നിലാവേ, ഒന്നാ വിരലിൻ്റെ വെള്ളം തരാമോ? ഒന്ന് കുടിച്ചോട്ടെ സംസം നിലാവേ, ഒന്നാ വിരലിൻ്റെ വെള്ളം തരാമോ? കെട്ടിപ്പിടിച്ചോട്ടെ, കെട്ടിപ്പിടിച്ചോട്ടെ തൂണിൽ ഹബീബേ, തട്ടിത്തെറിപ്പിക്കല്ലേ എൻ്റെ പൂവേ? കണ്ടോട്ടെ അനുവാദം തരുമോ എൻ്റെ ഹൃദയത്തിൻ ഇരുളങ്ങ് മാറാൻ? ഒന്ന് വിളിച്ചോട്ടെ അനുകമ്പ വരുമോ? ഇനിയും കഴിയാത്ത പാപങ്ങൾ പാപക്കറ കണ്ട് പിണങ്ങല്ലേ നൂറേ, പാപക്കറ കണ്ട് പിണങ്ങല്ലേ നൂറേ, പാദം വിറകൊണ്ട് പതറുന്നു താനേ. പാവമാണേ ഞാൻ കരളിൻ്റെ കരളേ, പാതി വഴി എന്നെ മടക്കല്ലേ തേനെ. പാപത്തിരമാല തലമേൽ മറിഞ്ഞു, പാപത്തിരമാല തലമേൽ മറിഞ്ഞു, പാപിക്കൊരു തൗബ നൽകൂ റസൂലേ. ഭാരം ഇറക്കി വയ്ക്കാനായി തുനിഞ്ഞു, ഭാരം ഇറക്കി വയ്ക്കാനായി തുനിഞ്ഞു, ഭാവിക്കൊരു ഖൈർ വഴി തന്നിടൂ